നമ്മൾ ഒരാളോട് എത്രമാത്രം സംസാരിച്ചാലും, ചിലപ്പോൾ സ്നേഹമുള്ളവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞാലും തീരത്തില്ല. അത് ഫോൺ വിളിക്കുമ്പോഴും നേരിട്ട് കാണുമ്പോഴുമൊക്കെ ഇനി എന്തൊക്കെയോ പറയാനുണ്ടെന്നുള്ള ഒരു വലിയ മനോവ്യതയാണ് അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾക്കുണ്ടാകുന്നത്. അത് ഹൃദയപൂർവമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഭാഗമാണ്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. തിരുമേനി വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചു കഴിഞ്ഞിട്ട് ത്രോണോസിന്റെ മുൻപിൽ നിന്ന് ഇറങ്ങി വരാൻ, പരിശുദ്ധ മദ്ബഹായിൽ നിന്ന് ഇറങ്ങി വരാൻ ഒത്തിരി സമയമെടുക്കുമെന്നാണ് പറയുന്നത്. ആ ഒത്തിരി സമയമെടുക്കുമ്പോൾ, കാരണം അദ്ദേഹത്തെ കാണാൻ വെളിയിൽ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ടായിരിക്കും, മറ്റനേകം തിരക്കുകൾ കാണും. പക്ഷെ അദ്ദേഹം കൂടെയുള്ളവരോട് പറയുന്നത്, കർത്താവിനോട് സംസാരിച്ച് തീർന്നിട്ടില്ല, ഇനിയും ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ആരുടെയൊക്കെയോ പ്രാർത്ഥന ഈ ത്രോണോസിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ കാതുകളെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. എന്നുവെച്ചാല് അദ്ദേഹം തലയിൽ തൊട്ട് കൈ തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ താഴെ നിപ്പുണ്ട്. പക്ഷെ അതിനു മുൻപ് തന്നെ ആ പിതാവ് ആത്മാവിൽ ഒരു സന്തോഷം കണ്ടെത്തുകയാണ്, ഒരനുഭവം ഉൾക്കൊള്ളുകയാണ്. ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ ഇനിയുമുണ്ട്, ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ വചനവുമുണ്ടല്ലോ ഒരു ഹൃദയപൂർവമായ സംവേദനമാണ്. ഏതാനും കഥകളോ ആശയങ്ങളോ വാക്യങ്ങളോ വായിപ്പിക്കുകയോ കോമഡി പറയുകയോ ആരെങ്കിലും കുത്തി നോവിപ്പിച്ച് പേരെടുക്കുകയോ ചെയ്യുന്നതൊന്നും വചന ശുശ്രൂഷയല്ല. കാരണം വചനം നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, തിരുവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. കർത്താവിന്റെ പാദപീഠത്തെങ്കിലിരുന്ന് ആ പാപിനിയായ സ്ത്രീ തന്റെ സാഹചര്യങ്ങളും മറന്ന്, ചുറ്റുവട്ടങ്ങളും മറന്ന്, കണ്ണുനീരുകൊണ്ട് കർത്താവിന്റെ പാദം കഴുകിയതുപോലെ, അവൾക്ക് ഏറ്റവും വിലയേറിയതായിട്ടുണ്ടായിരുന്ന തൈലക്കുപ്പി ഉടച്ച് കർത്താവിന്റെ പാദം കഴുകിയതുപോലെ, ആദ്യന്തം വചനം പറയുന്നവരും കേൾക്കുന്നവരും കർത്താവിന്റെ പാദപീഠത്തെങ്കിലിരിക്കുന്ന മുടികൊണ്ട് തുടയ്ക്കുന്ന ഒരു വലിയ അനുഭവമാണ്. പാപിനിയായ സ്ത്രീ മുടികൊണ്ട് കർത്താവിന്റെ പാദം തുടച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരവൽക്കരിച്ചെടുക്കും, എന്ത് നിസ്സാരമാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീത്വത്തെ സംബന്ധിച്ചിടത്തോളം മുടി ഏറ്റവും പ്രധാനമാണ്. അത് വൃത്തിയായി കഴുകി, വൃത്തിയായി കോതി, അത് വൃത്തിയായി കെട്ടിവെക്കുന്ന ഒരു രീതിയുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഫാഷനുണ്ട്. കർത്താവിന്റെ പാദം തുടയ്ക്കുവാൻ തക്കവണ്ണം പാപിനിയായ സ്ത്രീ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ അവള് കെട്ടിവെച്ചിരുന്ന മുടി അത് അഴിച്ചിട്ടുണ്ട്, അവളുടെ ഭാഷൻ മാറിയിട്ടുണ്ട്. തന്നെയുമല്ല, അത് കൃത്യമായി അന്നത്തെ കാലത്ത് പറയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വൃത്തിയാക്കാൻ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സംവിധാനങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടാക്കുന്നതും എണ്ണ പുരട്ടുന്നതും മരുന്ന് പുരട്ടുന്നതും ഇത്ര ദിവസം കാത്തുവെക്കുന്നതും. അപ്പോൾ അവൾ, സുന്ദരിയായ ആ സ്ത്രീ അത്രത്തോളം കരുതി വെച്ച തന്റെ മുടി കൊണ്ട് സമൂഹം പാപി എന്ന് പറയുന്ന, ദൈവദൂഷകൻ എന്ന് പറയുന്ന, എന്നാൽ സാക്ഷാൽ ദൈവമായവന്റെ പാദം തുടച്ചുവെങ്കിൽ അവളുടെ ഐഡന്റിറ്റി കർത്താവിന്റെ മുൻപാകെ സമർപ്പിക്കുകയാണ്, അവളുടെ ആഠ്യത കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്, സൗന്ദര്യം കർത്താവിന്റെ മുൻപാകെ സമർപ്പിക്കുകയാണ്, അവൾക്ക് മൂല്യമായിട്ടുണ്ടായിരുന്നതൊക്കെ കർത്താവിന്റെ മുൻപാകെ സമർപ്പിക്കുകയാണ്. നമ്മൾ പാട്ടുപാടും, പ്രാർത്ഥിക്കും. പക്ഷേ പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഈ മനസ്സിൽ തട്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പ്രിയമുള്ളവരെ, അധരം പാട്ടുപാടും, അധരം കൊണ്ട് പ്രാർത്ഥിക്കും. എന്നാൽ ആത്മാവ് കൊണ്ടും അധരം കൊണ്ടും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, അധരം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട്, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ആത്മാവിനെ അതിലേക്ക് നയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മളുടെ ഇഷ്ടം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, നമ്മളുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ, ആലോചനകൾ സമർപ്പിക്കുന്നു. അങ്ങനെ ആത്മാവിനെ സ്വാധീനിക്കാൻ, ദൈവത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ യഥാർത്ഥമായ പ്രാർത്ഥന അങ്ങനല്ല. ആത്മാവിൽ തോന്നി, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട്, പരിശുദ്ധാത്മാവിന്റെ ദൃഷ്ടാന്തത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ, ശൈലിയിൽ അധരം കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാം, ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉറക്കമാണ്, ഭയങ്കര ക്ഷീണമാണ്. എത്രയും പെട്ടെന്ന് നിർത്തണം. പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായി ചെയ്യുവാനുള്ള കാര്യങ്ങൾ
നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തഞ്ചപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പല തിരക്കുണ്ട്, പ്രാർത്ഥന പെട്ടെന്ന് തീർക്കണം. പക്ഷെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആത്മാവ് തീരുമാനിക്കും, പരിശുദ്ധാത്മാവ് തീരുമാനിക്കും, അന്തരംഗം തീരുമാനിക്കും ഈ പ്രാർത്ഥന എപ്പോൾ നിർത്തണം, ഈ പ്രാർത്ഥന ഏത് രീതിയിൽ നയിക്കപ്പെടണം. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് വാക്കുകൾ കിട്ടത്തില്ല പ്രിയമുള്ളവരെ. ചിലപ്പോൾ അസാമാന്യമായിട്ട് ശ്വാസം മുട്ടിപ്പോകും കേട്ടോ. നമുക്ക് ദൈവത്തോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല, ദൈവത്തോടൊന്നും ചോദിക്കാൻ തോന്നത്തില്ല, ചോദിക്കാനും ആവശ്യപ്പെടാനും തോന്നത്തില്ല. ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറ്റണമേ. ചിലപ്പോൾ ഒരു വാക്ക് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൗരസ്ത്യ സുറിയാനി പൈതൃകത്തില് കർത്താവിന്റെ പ്രാർത്ഥനകളായിട്ട് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ പിതാവേ, കൊച്ചു പ്രാർത്ഥന. അതോടൊപ്പം തന്നെ കുറിയേലായിസോൻ എന്നുള്ള കൊച്ചു പ്രാർത്ഥനകൾ, കർത്താവെ എന്നോട് ഉത്തരം വള്ളി ചെയ്യണമേ. നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഹിസിക്കാസം പ്രയേസ് എന്ന് വെച്ചാൽ അന്തരാത്മാവിന്റെ പ്രാർത്ഥന, കൊച്ചു കൊച്ചു പ്രാർത്ഥന. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ സ്ട്രക്ചറൽ പ്രെയർ പൂർത്തീകരിക്കാൻ തക്കവണ്ണം നമ്മൾക്ക് പറ്റാതെ പോകുന്ന സാഹചര്യങ്ങളിൽ, യാത്രകളിലാകാം, ജോലി തിരക്കുകളിലാകാം, മറ്റ് തിരക്കുകൾക്കിടയിലൊക്കെ ചിലപ്പോഴൊക്കെ പറ്റാതെ പോകുമ്പോഴും കൊച്ചു പ്രാർത്ഥന, കർത്താവെ എന്നോട് കരുണ തോന്നണമേ, കർത്താവെ എന്നോട് മനസ്സലിയണമേ, കർത്താവെ പാപമോചനം നൽകണമേ. ഈ ഹൃദ്യമായ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ എത്ര തവണ പറഞ്ഞു എന്നറിയത്തില്ല, എത്ര തവണ ആവർത്തിച്ചു എന്നറിയത്തില്ല. അതുകൊണ്ട് ആമുഖമായിട്ട് ഞാൻ പറയട്ടെ, നമ്മൾ വചന ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിരിക്കുമ്പോൾ ആ പാപിനി സ്ത്രീ പോലെ കർത്താവിന്റെ മുൻപാകെ സമർപ്പിക്കുന്ന ഒരു അനുഭവം. ലോകം നമ്മളെക്കുറിച്ച് എന്തും പറയട്ടെ, അവളെ സമൂഹം പറഞ്ഞ വാചകം ആ പാപിനി സ്ത്രീ എന്ന് നിങ്ങളും ഞാനുമൊക്കെ ആവർത്തിച്ചു പറയുന്നതും അതാ. എന്നാൽ കർത്താവിന്റെ മുൻപാകെ അവൾ പാപിനി അല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർത്താവിന്റെ മുൻപാകെ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു, വിശുദ്ധീകരിക്കപ്പെട്ടവളായിരുന്നു, വെണ്മയാക്കപ്പെട്ടവൾ. ഇന്ന് അശുദ്ധി നിറഞ്ഞവരെ വെണ്മയാക്കപ്പെട്ടവരും വെണ്മയാക്കപ്പെട്ടവരെ പാപിനി എന്ന് വിലയിരുത്തുന്ന ഈ സമൂഹത്തില് അതൊക്കെ ഒന്ന് തിരിച്ചറിയാനുള്ള അനുഭവമായിട്ട് ഈ അനുഭവം മാറണമെന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. സെമവോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലിരുത്തുള്ളി കണ്ണീർ കണ്ടൻ മേൽദയ തോന്നണമേ. തിരുജനകൻ സ്നേഹ താലും മാതാവിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ പൊറുക്കണമെൻ പിഴകൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ വരി, ഒരു കൊച്ചു വാക്യമാണ് നിങ്ങളുടെ മുൻപാകെ ഇടുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം, അതിന്റെ ആദ്യത്തെ ഒറ്റ വരി, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. നമ്മൾ ആ വാക്ക് മാത്രമേ ഇന്നത്തെ ധ്യാനത്തിന് എടുക്കുന്നുള്ളൂ. ഒരു ഡോക്ടറേറ്റ് സ്റ്റഡി, ആ സ്റ്റഡി ടി പത്മനാഭൻ എന്ന് പറയുന്ന ചെറുകഥാകൃത്തിന്റെ കൃതികളിലെ ഒരു എന്ന പദത്തെ പറ്റിയുള്ള ഒരു പഠനമാണ്. അതായത് ഡോക്ടറേറ്റ് എടുത്ത ഒരാൾ എഴുതിയത് ടി പത്മനാഭന്റെ ഒരു, അതായത് ചെറുകഥകളിലെ ഒരു എന്ന പദം എന്ന് വെച്ചാൽ ചില കൊച്ചു വാക്കുകൾക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്ന പദം എടുത്തുകൊണ്ട് ഒരു ഡോക്ടറേറ്റ് എടുത്തു, ഒരു PhD എടുത്തു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഈ കൊച്ചു വാക്കുകൾക്ക് ഒരുപാട് അന്തരാർത്ഥങ്ങളുണ്ട്. ഈ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണാതെ പോയ ആടെന്ന് നമ്മൾ വിലയിരുത്തുന്ന ആ ആടിന്റെ ഉപമയാണ് നമ്മൾക്കറിയാം. ഞാൻ അതിലേക്ക് മറ്റു വാക്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കൊച്ചു പദം, ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിൽ ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാ, ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഇന്ന് 4 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, കാണാതെ പോയ ആടിന്റെ ഉപമയിൽ
ഇതര ഉപമകളിൽ ഇത് മാത്രമല്ല, മറ്റു പല ഉപമകളിലും കർത്താവ് ഉണ്ടെന്നിരിക്കട്ടെ എന്നുള്ള പദം പറയുന്നുണ്ട്. കർത്താവിന്റെ ഉപമകളിൽ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്ന, ഉപയോഗിച്ചിരിക്കുന്ന ഉണ്ടെന്നിരിക്കട്ടെ എന്നുള്ള ആ വാക്കിനെ പറ്റിയുള്ള ചില പഠനങ്ങൾ നമ്മളുടെ വ്യക്തി ജീവിതമായും സാമൂഹ്യ ജീവിതമായും ആത്മീയ ജീവിതവുമായിട്ടുമൊക്കെ ബന്ധപ്പെടുത്തി ധ്യാനിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ പറയുന്നു ഉണ്ടെന്നിരിക്കട്ടെ. വേദപുസ്തകം നമ്മൾ തുറക്കുമ്പോഴേ കാണാം, കർത്താവ് തന്നെ പറയുന്നു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുന്നു. അതായത് ആ ഒരു വ്യത്യാസം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് സർവത്തെയും സൃഷ്ടിച്ചവനാണ് കർത്താവ്. കർത്താവിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തും, അവൻ സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവ്യാപിയാണ്. ഒമ്നി പൊട്ടൻ, ഒമ്നി പ്രസന്ന, ഒമ്നിഷ്യൻ. ദൈവത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്താറുണ്ട്. അപ്പൊ സർവശക്തനായ ദൈവം ഉണ്ടാകാമോ എന്ന് ചോദിക്കുന്നില്ല. സാധാരണയായിട്ട് സൃഷ്ടിപ്പ് നടത്തുമ്പോൾ പറയുന്നത് ഉണ്ടാകട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ആകാശവും ഭൂമിയും എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നമുക്കറിയത്തില്ല, ഏത് രീതിയിൽ ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല. ഭൂമി പാഴായും ശൂന്യമായും കിടക്കുന്നുവെന്ന് തിരുവചനം പറഞ്ഞു. ദൈവം നന്നായി സൃഷ്ടിച്ച ഭൂമിയെ പാഴും ശൂന്യവുമാക്കി മാറ്റാൻ ശക്തമായൊരു ഘടകം അവിടെ രൂപപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട മാലാകമാരുടെ ഒരു വൃന്ദമുണ്ടായിരുന്നു. അവർക്ക് പാർക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഈ ഭൂമി ആദ്യഘട്ടത്തിൽ നൽകി. എന്നാൽ നന്നായി രൂപാന്തരപ്പെടുത്താൻ അറിയാത്ത സാത്താൻ, തള്ളപ്പെട്ട മാലാകമാര് അതിനെ പാഴും ശൂന്യവുമാക്കി മാറ്റി. നൾ ആൻഡ് വോയിഡ് എന്നാണ് പറയുന്നത്. പിന്നീടാണ് ദൈവം അതിനെ 6 ദിവസം കൊണ്ട് പുനഃക്രമീകരിച്ച് മനുഷ്യനെ ഉൾപ്പെടെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെ ഉൾപ്പെടെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വാഴിക്കുകയാണ്. അപ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ സർവശക്തി ഓർത്തോണം. ഉണ്ടാകട്ടെ, സൃഷ്ടിക്കപ്പെടട്ടെ. ജീവൻ എടുക്കുവാൻ ശക്തിയുള്ളവൻ, സർവത്തെയും മാറ്റുവാൻ ശക്തിയുള്ളവൻ, തന്റെ ഊത്തിനാൽ നോട്ടത്താൽ സർവത്തെയും വിറപ്പിക്കുന്നവൻ. അവനിവിടെ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചോണം കേട്ടോ, ദൈവത്തിന്റെ ആ സർവശക്തിയുടെ അനുഭവത്തിൽ നിന്ന് ദൈവം മാനവികതയുടെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മൾ പറയത്തില്ലയോ, ഈ കോസ്മിക് ഹിസ്റ്റോളജിയും കനോട്ടിക് ഹിസ്റ്റോളജിയും ഉണ്ട്. ഞാൻ കഠിന വാക്കുകളൊന്നും പറയുന്നില്ല. ഈ കോസ്മിക് ഹിസ്റ്റോളജി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവ്വവ്യാപിത്വമാണ്, ദൈവത്തിന്റെ വലിമയാണ്. കൊലസ്യ ലേഖനം 1-ാം അധ്യായം 15 തൊട്ട് 20 വരെ വാക്യങ്ങളിൽ പറയുന്നു. കൊലസ്യർ 1:15 തൊട്ട് 20 വരെ അതിൽ പറയുന്നത് ദൈവം സർവശക്തൻ എല്ലാറ്റിനേക്കാളും മേളിലാണ്, മാലാകമാരേക്കാൾ, മാലാക വൃന്ദങ്ങളെക്കാൾ മേളിലാണ്, ദൈവത്തിന്റെ പവിത്രമായ സ്ഥാനം. എന്നാൽ നേരെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 തൊട്ട് 9 വരെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കനോട്ടിക് ഹിസ്റ്റോളജി, വെറുമയുടെ വേദശാസ്ത്രം എന്ന് വെച്ചാല് ദൈവം ഏറ്റെടുത്ത ഏറ്റവും താഴ്മ, ആ വെറുമയുടെ അനുഭവത്തെ കുറിച്ച് പറയുന്നു. ഓർത്തോണം, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് സർവത്തെയും സൃഷ്ടിച്ചവൻ നിങ്ങളിൽ ഒരുവന് 100 ആട് ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഞാൻ മറ്റു വ്യാഖ്യാനങ്ങളിലേക്ക് പ്രവേശിക്കാതെ അതിന്റെ 4 അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, ഉണ്ടായിരിക്കട്ടെ എന്ന പദത്തിലൂടെ കർത്താവ് മെയിൻറ്റെയിൻ ചെയ്ത ഒരു മോഡറേറ്റ് പോളിസി. പ്രത്യേകിച്ച് മോഡറേറ്റ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചോണം. കർത്താവ് ഉപദേശം കൊടുക്കുകയാണ്, യഹൂദന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഉപദേശം കൊടുക്കുകയാണ്. പരീശന്മാരും സാധൂക്യരും അംഹാരിസും എരിവുകാരും ഒക്കെയുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി. അതിൽ ജാതീയമായ വേർതിരിവുകളുണ്ട്. ഭക്തന്മാരും കപടഭക്തന്മാരുമുണ്ട്. കർത്താവിനെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഒരുവന് എത്ര ആടുണ്ടായിരിക്കട്ടെ? 100 ആടുണ്ടായിരിക്കട്ടെ. എന്ന് വെച്ചാൽ ഓർത്തോണം, ആ ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹത്തോട് പറയുന്ന ഒരു യാചന കൂടിയാ. നിങ്ങൾ തർക്കിക്കാൻ വരരുത്, ഉടക്കാൻ വരരുത്, വഴക്കുണ്ടാക്കാൻ വരരുത്. ഞാൻ ഇങ്ങനെ ഒരു ഉപമ പറയുകയാണ്, ഇന്ന വ്യക്തിക്ക് നല്ലതല്ല, മറിച്ച് സപ്പോസ് നിങ്ങൾ അങ്ങ് ചിന്തിച്ചോ, ഭിന്നതയുണ്ടാക്കാതെ ചിന്തിച്ചോ. കാരണം കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളുടെയും പുറകെ നടന്ന് വാക്കിൽ കുടുക്കാൻ തക്കവണ്ണം മുന്നിട്ടിറങ്ങിയ ഒരു യഹൂദ സമൂഹം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ നല്ല വാക്കുകളെ അതിനെ അർത്ഥഭേദം വരുത്തി 3 ദിവസം കൊണ്ട് ഈ ദേവാലയം പൊളിച്ച് ഞാൻ പണിയുമെന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്തിയത്. കർത്താവ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞതിനെ
തെറ്റിദ്ധരിച്ച് മറ്റു രീതിയിലേക്ക് എത്തിച്ച് അവസാനം കർത്താവിന്റെ ക്രൂശ് മരണത്തിനു വേണ്ടി ദുർസാക്ഷ്യം നൽകിയത്. അപ്പൊ അതുകൊണ്ട് ആ സമൂഹത്തോട് കർത്താവ് എടുത്ത ഒരു പ്രത്യേക മെത്തഡോളജി ഉണ്ടായിരുന്നു, ഒരു മോഡറേറ്റ് മെത്തഡോളജി. നിങ്ങൾ സഹോദരങ്ങളെ തർക്കിക്കരുത്, ഞാൻ ഒരു കാര്യം പറയാൻ പോകുകയാണ്, ഒരു ആശയം പങ്കുവെക്കാൻ പോകുകയാണ്, ഒരു ഉപമ പറയാൻ പോകുകയാണ്. അതുകൊണ്ട് പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഉടക്കരുത്, വഴക്കുണ്ടാക്കരുത്, ഇറങ്ങി പോകരുത്. ഞാൻ പറയുന്നതിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ തർക്കിക്കാൻ വരരുത്. പ്രത്യേകിച്ച് ഈ 100 ആടുണ്ടായിരിക്കട്ടെ എന്ന് കേൾക്കുമ്പോൾ അവിടെ പലരുമുണ്ട്. സമ്പന്നന്മാരായിട്ടുള്ളവരുണ്ട്, വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ളവരുണ്ട്, 100 കണക്കിന് ആടുകളുള്ളവരുണ്ട്. അവർക്കൊക്കെ ചോദിക്കും, ഇവൻ എന്താ ഈ പറയാൻ പോകുന്നത്? അന്നത്തെ കാലത്ത് ഒരു ആവറേജ് ലെവലിലുള്ളവനും 100 കണക്കിന് ആടുകൾ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ടാ കർത്താവ് പറയുന്നത് 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആലോചിച്ചോണം. ലക്ഷക്കണക്കിന് രൂപ നമുക്ക് സ്വന്തമായിട്ടുള്ളപ്പോൾ ഒരു മനുഷ്യൻ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ നിനക്ക് 1000 രൂപയുടെ തരാം. ഇന്നത്തെ സമൂഹം 1000 രൂപയുടെ കിട്ടട്ടെ എന്ന് ചിന്തിക്കത്തേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിന്റെ ഒരു നിസ്സാരവൽക്കരണം നമുക്കറിയാം, ഒന്നുമില്ലായ്മ അറിയടാ. എന്റെ ലക്ഷങ്ങൾ കിടക്കുമ്പോൾ എന്തിനാടാ 1000 രൂപ ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ പെട്ടെന്ന് ചോദിക്കുക, നിങ്ങളുടെ ഒരുപാട് പണം ഇല്ലാത്തവരോട് 1000 രൂപ ഉണ്ട് അല്ലെ 10,000 രൂപ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു തലം. എന്നാൽ ഒത്തിരി ഉള്ളവരോട് ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു 10,000 രൂപ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെന്നെങ്കിൽ ഇരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ തലം വേറെയാ. അപ്പോൾ ഓർത്തോണം, കർത്താവ് അതുകൊണ്ട് തന്നെ പറയുന്നത് അന്നത്തെ കാലത്ത് 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുന്നതിൽ പോലും ഓർത്തോണം ഒരു നിസ്സാരവൽക്കരണമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. നിങ്ങൾക്ക് 100, 1000, 10,000 ആടുകളുണ്ടെന്നിരിക്കട്ടെ, കടകടയായിട്ട് ആടുകളുണ്ടെന്നിരിക്കട്ടെ, വെറും കോലാടുകൾ മാത്രമല്ല, മുട്ടനാടുകൾ മാത്രമല്ല, ചെമ്മരിയാടുകളും നിങ്ങൾക്കുണ്ടായിരിക്കാം. ഇതെല്ലാം നിങ്ങളുടെ ശാലയിലുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്നുള്ള ആ ഉണ്ടെന്നിരിക്കട്ടെ എന്നുള്ള കർത്താവിന്റെ ഒരു എന്താ പറയുന്നത്, കർത്താവിന്റെ ഒരു യാചന, ഒരു സീക്കിംഗ് പെർമിഷൻ, അവരോടൊരു അംഗീകാരം തേടുകയാണ്. ഉണ്ടെന്നിരിക്കട്ടെ. എന്റെ വാത്സല്യമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു അനുഭവമാണ് ഉണ്ടെന്നിരിക്കട്ടെ എന്നുള്ള ഒരു അനുഭവം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോഡറേറ്റ് പോളിസി നഷ്ടപ്പെട്ടു. ഇന്ന് കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പോളിസിയാണ്. നമ്മൾ എപ്പോഴും പറയത്തില്ലയോ, ഞാൻ പറയുന്നതിലേ ന്യായമുള്ളൂ, ഞാൻ പറയുന്ന തലത്തിൽ നിങ്ങൾ കേൾക്കണം. ആ ഒരു മനോഭാവം ഇന്ന് വളർത്തിക്കൊണ്ടിരിക്കുകയും. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗങ്ങളുടെയും വചന ശുശ്രൂഷകളുടെയും ഒക്കെ ഒരു കാര്യമുണ്ടല്ലോ, അതൊരു ക്ലോസ്ഡ് എൻറ്റിറ്റി അല്ല, അതിന്റെ വാതിലുകൾ അടയപ്പെടുന്നില്ല. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇരട്ടിയായി ഞാൻ പറയുന്നതിന്റെ 100 മടങ്ങ് ആശയം നാനാ തരത്തിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലോട്ട്, നിങ്ങളുടെ ബുദ്ധിയിലേക്ക് കയറി വരും. അത് തുറന്നു കിടക്കുക. പ്രിയമുള്ളവരെ, ഉണ്ടെന്നിരിക്കട്ടെ എന്നുള്ള പ്രയോഗത്തിലൂടെ കർത്താവ് തുറന്നിട്ട ഒരു വലിയ വാതിലുണ്ട്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇന്ന് യുദ്ധങ്ങൾ, കലഹങ്ങൾ, ലോകമെങ്ങുമുള്ള ഒരു അന്ധകാര അനുഭവം, ഇതെല്ലാം കടന്നു വരുന്നതിന് മുൻപിൽ ഈ ഒരു തലക്കനമാണ്, ഈ ഒരു പ്രതിസന്ധിയാണ്. വീട്ടിൽ ജീവിത പങ്കാളികൾ തമ്മിൽ നിസ്സാരമായ കാര്യങ്ങൾ, ഒരു വാക്കിനൊരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി പ്രിയമുള്ളവരെ, അത് വളരെ സിമ്പിളായിട്ട് മാറും. നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പല വാക്കുകളുണ്ട്, ആശയങ്ങളുണ്ട്. പക്ഷെ ഇതിനെല്ലാം മാറ്റങ്ങൾ വരുത്തും. ഇന്ന് മനുഷ്യൻ എപ്പോഴും ഓർത്തോണം, നമുക്കൊക്കെ നല്ല ചിന്തകളും നല്ല മനസ്സുകളുമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ നല്ല മനസ്സുള്ളവരാണ്. ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കണമെന്നൊന്നും താല്പര്യമില്ല. നമ്മളെ ഉപദ്രവിക്കരുത്, എങ്ങനെങ്കിലും അങ്ങ് വിട്ടാൽ മതി, ഞങ്ങളൊരു സൈഡിൽ കൂടെ പൊയ്ക്കൊള്ളാമെന്ന് ചിന്തിക്കുന്നവരാ ഒരു 90% പേര്. നമ്മൾ ഈ ലോകത്തെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും ഓർത്തോണം, ഒരു വിധത്തിൽപ്പെട്ട മനുഷ്യർക്കൊക്കെ എന്തെങ്കിലും ഒരു നന്മയുണ്ട്. പക്ഷെ ഇത് തിരിച്ചറിയാതെ പോകുന്ന എന്താണെന്നറിയാമോ? നമ്മളുടെ ആ ഒരു സമീപനമാണ്, നമ്മളുടെ ആ ഒരു ഇടപെടല. അതൊരു രാഷ്ട്രീയക്കാരനാണെങ്കിലും, അതൊരു കായിക താരമാണെങ്കിലും, ഒരു സിനിമാ താരമാണെങ്കിലും, നമ്മളൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാ, ടിവിയും മറ്റും കാണുന്നവരാ, ഓരോരുത്തരുടെ ലൈവ് കാണുന്നവരാ. നമ്മൾ ആലോചിച്ചോണം, ഒരുവൻ തെറ്റുകാരനാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും കണ്ണടച്ച് തെറ്റുകാരായിട്ടൊന്നും നമ്മൾ വ്യാഖ്യാനിക്കത്തില്ല. ബലഹീനതയുണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തും, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമാണെന്ന് കണ്ട് പല രീതിയിലും മാറി നിൽക്കുന്നവരാ. പക്ഷെ നമ്മൾ എതിർക്കുന്ന എവിടെയാണെന്നറിയാമോ? സ്വയമായ ന്യായീകരണം. ഏത് തെറ്റ് ചെയ്താലും ഇത് ശരിയാണ്, നിങ്ങളൊക്കെ വെറും പൊട്ടന്മാരാണ്, നിങ്ങൾ ഇത് ചെയ്യാത്ത നിങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടാണ്, കഴിവില്ലാഞ്ഞിട്ടാണ്, ആംബിയർ ഇല്ലാഞ്ഞിട്ടാണെന്ന് ചിന്തിക്കുന്നതാ പ്രശ്നം.
പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള നന്മകൾ, ആ ഒരു ഔട്ട്പുട്ട്, പോസിറ്റീവ് ഔട്ട്പുട്ട്, അത് വെളിയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായ ഒരു സമീപനം എല്ലായിടത്തും ഉണ്ടാകണം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവിയുടെ ഒരു കൃതി ലോകാവസാനം നിങ്ങൾ കേട്ട് കാണാം, വായിച്ചു കാണാം. ഈ ലോകാവസാനം എന്ന കൃതിയിൽ സച്ചിദാനന്ദൻ പറയുന്നത് എന്തുവെന്നറിയാമോ? അതായത് ദൈവം സൃഷ്ടിച്ച ലോക സൃഷ്ടിക്ക് ബദലായി അന്ധകാര ശക്തി ലോകം സൃഷ്ടിക്കാൻ തയ്യാറാകുകയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചില്ലയോ, ഞാൻ ഇതിനേക്കാൾ നല്ല ബെറ്ററായിട്ട് ഉണ്ടാക്കി തരാം, ഞാനിപ്പോ കാണിച്ചു തരാം. അവൻ സൃഷ്ടിപ്പ് നടത്തുകയാണ്. ആദ്യം അവൻ ചെയ്ത എന്തോന്നറിയാമോ? ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനെയും ഇല്ലായ്മ. പ്രകാശം പോകട്ടെ, ഇഴജാതികൾ പോകട്ടെ, സസ്യലതാദികൾ പോകട്ടെ, സർവ്വതും പോയി. അപ്പൊ ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചത് അവൻ 6 ദിവസം കൊണ്ട് ഇല്ലായ്മയാക്കുക. എന്നിട്ട് അന്ധകാര ശക്തി പറയുകയാണ്, ഇതാ ഞാൻ സൃഷ്ടിപ്പ് നടത്താൻ പോകുന്നു. അവൻ ആദ്യം തൊട്ട്, ഞാനാണ് പുതിയ സൃഷ്ടി നടത്തുന്നത്, എന്റെ ആശയം ഇങ്ങനെയാണ്, അവൻ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. പക്ഷെ ആ കൃതി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഉണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞു, പക്ഷെ ഉണ്ടായില്ല. പക്ഷെ എന്തൊടുക്കാൻ പറ്റി? നശിപ്പിക്കാൻ പറ്റി. പോകട്ടെ പോകട്ടെ, മറഞ്ഞു പോകട്ടെ, മറഞ്ഞു പോകട്ടെ എന്നൊക്കെ പറഞ്ഞു. പണ്ട് കേട്ടിട്ടില്ല ഇതുപോലെ മാജിക്കുകാരനെ? കാരണം സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു വാച്ച് കൊണ്ടുപോയി, ഇത് ഞാൻ തല്ലി പൊട്ടിക്കാം, ഇപ്പൊ തല്ലി പൊട്ടിച്ചിട്ട് ഞാൻ റെഡിയാക്കി തരാം. എന്നിട്ട് മാജിക്കുകാരന്റെ കയ്യിൽ കൊണ്ട് ആ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാള് നല്ലൊരു വാച്ച് കൊണ്ട് കൊടുത്തു, ഇടിച്ച് ചതച്ചു പൊട്ടിച്ചു. പക്ഷേ എന്തോ മാത്രം പറ്റുന്നില്ല, അത് നല്ലതായിട്ട് മാറ്റാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മുടെയൊക്കെ ഈ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും പ്രസംഗങ്ങളിലും എല്ലാം വരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റൊരുവന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഹൃദയത്തെ സ്നേഹിക്കുവാനുള്ള ഒരു ഭാവം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഓരോ നിമിഷവും ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം, ദൈവമേ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ കേവലം സാധാരണക്കാരുടെ മുൻപിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, എനിക്കും നിങ്ങൾക്കുമുള്ള അറിവുകളെല്ലാം വിളമ്പാനുള്ളതല്ല എല്ലാ സമൂഹവും. എന്റെയും നിങ്ങളുടെയും കോപങ്ങളും ക്രോധങ്ങളും എടുത്തെറിയാനുള്ളതല്ല കുടുംബജീവിതം. ദൈവം തന്ന മക്കൾ നമ്മളുടെ എല്ലാ ശാപവും കേൾക്കാനുള്ളതല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കൾ നമ്മളുടെ എല്ലാ ദൂഷ്യങ്ങളും ഉൾക്കൊള്ളുവാനുള്ളവരല്ല. നമ്മുടെ നാട്ടുകാരായും അയൽക്കാരായും ജീവിക്കുന്നവർ നമ്മളുടെ ശാപവാക്കുകൾ കേൾക്കാനുള്ളവരല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അനുഭവം മറ്റുള്ളവരുടെ മുൻപിൽ വെറുതെ പ്രദർശിപ്പിക്കാനുള്ളതല്ല. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, എപ്പോഴും കേൾക്കുന്നതും നമ്മൾ പറയുന്നതുമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മക്കളില്ലാത്തവരുടെ മുമ്പിൽ നിന്റെ മക്കളുടെ വലിമ നീ വരച്ച് കാണിക്കരുത്. സ്വന്തമായി നല്ല വീടില്ലാത്തവരുടെ മുൻപിൽ നിന്റെ വീട്ടിലുള്ള മുറികളുടെ എണ്ണവും അലങ്കാരങ്ങളുടെ മാഹാത്മ്യവും വരച്ച് കാണിക്കരുത്. 2 നേരം 3 നേരം ശരിയായി ഭക്ഷണം കഴിക്കാനില്ലാത്തവന്റെ മുൻപിൽ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളുടെ രുചിഭേദങ്ങളുടെ പട്ടിക വരച്ചു കാണിക്കാൻ ഇടയാകരുത്. എല്ലാ രീതിയിലും പ്രാർത്ഥിച്ചിട്ടും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിക്കുന്നവരുടെ മുൻപിൽ ഞാൻ എല്ലാ തിന്മയും ചെയ്ത് അഹങ്കാരവും ചെയ്തിട്ട് എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എനിക്കെല്ലാം തന്നു എന്ന് വ്യർത്ഥമായിട്ട് അഭിമാനിക്കരുത്. ഒരു റെട്രോസ്പെക്ഷൻ ഉണ്ടാകണം. ഈ നോയമ്പുകാലം നമ്മളെ വിളിക്കുന്ന അതാ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു പഠിച്ചവർ, അങ്ങനെ ആകട്ടെ ഞാൻ കൽപ്പിക്കുന്നു, എന്റെ ഇഷ്ടമിതാണ് എന്ന് പറഞ്ഞിട്ടുള്ളവർ, ഒരു നിമിഷം ഒന്ന് തിരിക്കുക. ദൈവമേ, ഒരു തിരിച്ചുവരവ്, ഒരു റിട്ടേൺ ഈ നോയമ്പ് കാലത്തെ ഉണ്ടായിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞ വാചകം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയത്തില്ലയോ, ആശീർവാദം കൊടുക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രയോഗത്തിലെല്ലാം വരുന്നുണ്ട് കേട്ടോ. പ്രതീക്ഷ വരുന്നുണ്ട്, അനുഗ്രഹം വരുന്നുണ്ട്, സ്വീകരണ യോഗ്യത വരുന്നുണ്ട്, എല്ലാ അർത്ഥങ്ങളും വരുന്നുണ്ട്. സമയത്തിന് ചുരുക്കം കൊണ്ട് ഞാൻ ഒന്നാമത്തെ ആശയത്തിന് അടിവരയിടുകയാണ്. നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കർത്താവ് തന്നെ പറയുക, മക്കളെ ഉടക്കാൻ വരല്ലേ, തർക്കിക്കാൻ വരല്ലേ, നിങ്ങൾക്ക് 100 1000 ആട് ഉണ്ടായിക്കൊള്ളട്ടെ, ഞാൻ തൽക്കാലം 100 ആടെന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ ഇടയ്ക്ക് കയറി പറയരുതേ. നമ്മൾ പറയത്തില്ലയോ, തോക്കി കയറി വെടിവെക്കരുതേ, ഒരു നിമിഷം വെയിറ്റ് ചെയ്താട്ട് ഞാൻ എന്താ പറയുന്നതെന്ന് ഒന്ന് ചിന്തിച്ചാട്ട്. ഏതൊരു മനുഷ്യനും നമ്മളുടെ മുൻപിൽ ഒരു കാര്യം പറയുമ്പോൾ തോക്കി കയറി വെടിവെക്കരുത്. ഒരു നിമിഷം കാത്തിരിക്കണം, അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഒരു ചെടിയിൽ ഒരു മുട്ട് വളർന്നു വരുമ്പോൾ ഈ മുട്ട് ഇച്ചിരിയേ ഉള്ളല്ലോ
ഇത് കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പറിച്ചു കളയാൻ ശ്രമിക്കരുത്. ആ മുട്ട് വളരും പ്രിയമുള്ളവരെ, ആ മുട്ട് വലുതാകും, അത് വിടരുമ്പോൾ മാത്രമേ പൂർണ്ണത ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, ഒരു വെയിറ്റിംഗ് നമുക്ക് ഉണ്ടാകണം. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താൻ. നിങ്ങളിൽ ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു മോഡറേറ്റ് പോളിസി. രണ്ടാമത്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. ഒരു മനുഷ്യൻ, കർത്താവ് ആർക്കാന്ന് പറയുന്നില്ല, കർത്താവിന്റെ മുമ്പിൽ 100 കണക്കിന് പേര് കാണും, ഒത്തിരി പേരിരിക്കുകയും. കർത്താവ് ആർക്കാ കൊടുക്കാൻ പോകുന്നത് ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ സ്വപ്നം കാണുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന വ്യക്തിക്കാണെന്ന് പറയുന്നില്ല. അതായത് കർത്താവിനൊരു പ്രെജുഡൈസ്ഡ് മെന്റാലിറ്റി ഇല്ല, ഒരു മുൻവിധിയില്ലാത്ത രീതിയിൽ, മുൻവിധി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്. നിങ്ങളിൽ ഒരാൾക്ക്, ഏതു മനുഷ്യനുമാകാം. നമ്മളൊക്കെ ജീവിക്കുന്ന ലോകത്ത് നമ്മൾ ആലോചിച്ചോണം, നമുക്കെല്ലാവരെ കുറിച്ചും സ്നേഹമാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില മുൻവിധികളുണ്ട്. എടാ, 100 ആടിനെ വളർത്താൻ ഇന്നാക്കേ യോഗ്യതയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ചുമതല വഹിക്കാൻ ഇന്നാക്കേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന പദവിയിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ, ഇന്നാളെ നന്നായിട്ട് പ്രസംഗിക്കത്തുള്ളൂ, പാടത്തുള്ളൂ, എഴുതത്തുള്ളൂ. പ്രിയമുള്ളവരെ, സ്റ്റേജ് ഇല്ലാത്തത് കൊണ്ട് പ്രസംഗിക്കാത്ത പലരുമുണ്ട്. എഴുതിയത് വായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് എഴുതാത്തവരുണ്ട്. നമ്മൾ അത്രയും പറയും, എഴുതാൻ ആരുമില്ലാത്തത് കൊണ്ട്, വായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് എഴുതാത്തവർ. പക്ഷെ അതിനപ്പുറം കൂടി വേറൊരു തലമുണ്ട്. എഴുതാനുള്ള തൂലികയും പ്രതലവുമില്ലാത്തതിനാൽ എഴുതാതിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. എനിക്കൊരു കഴിവോ പ്രാപ്തിയോ ഉണ്ടെന്ന് മറ്റുള്ളവരറിയാത്തത് കൊണ്ട് പിന്മാറി നിൽക്കുന്നവരുണ്ട്. നമ്മളിൽ പലരും ഇൻട്രോവേർട്സാണ്. നമ്മളിവിടെ ആലോചിച്ചോണം, ചില സമൂഹത്തിന്റെ ചിലരുടെ പ്രെജുഡൈസ്ഡ് മെന്റാലിറ്റി എക്സ്ട്രോവേർട്സ് ആയിട്ടുള്ളവരെയും ഇൻട്രോവേർട്സ് ആയിട്ട് മാറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ സജീവമായിരിക്കുന്നവരെ പോലും പിന്തള്ളപ്പെടുന്ന അനുഭവത്തിൽ എത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം. നമ്മൾ പറയത്തില്ലയോ, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കൃതി എഴുതി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു, ചിലരുടെ ചൊറിച്ചിലെന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റാത്ത ചൊറിച്ചിൽ. എടാ, ഇവന് യാതൊരു ബന്ധവും അതിൻ്റെ അകത്തില്ല, നഷ്ടവുമില്ല. വല്ല പാവം പിടിച്ചവർ ഒരു കുടുംബ ഫോട്ടോ ഇടുന്നു, അല്ലെ പിള്ളേരുടെ ബർത്ത്ഡേ ഫോട്ടോ ഇടുന്നു, അല്ലെ സഹോദരനും സഹോദരിയും കൂടെ ചേർന്നൊരു ഫോട്ടോ ഇടുന്നു. അതിന്റെ അടിയിൽ വന്ന് ഒട്ടുക്കത്തെ കമന്റ് ആവുന്നിടുന്നത്. ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ട ഒരു രസകരമായ ഒരു വ്യക്തിത്വമാണ് നാഗസൈരന്ദ്രി എന്ന് പറയും. ഈ ഐറ്റം ഈ കുളക്കട ഭാഗത്തെ കാണാൻ തോന്നുന്നു, എവിടെയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ പറയുന്നതിനെല്ലാം, അതായത് അവരെന്തെങ്കിലുമൊക്കെ പറയും, അവരെവിടെങ്കിലും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും, മെസ്സേജുകളൊക്കെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഇടും. അതിന്റെ അടിയിൽ വന്ന് ഈ എന്താ പറയുന്നത്, ഈ ഫേക്ക് നെയിമുകളിൽ ഓരോരുത്തർ വന്ന് ഓരോരോ കമന്റുകൾ ഇടുകയും പറയുന്നത് മൊത്തം നട്ടാക്കുരുക്കാത്ത, ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത തെറികൾ അവർ വന്ന് മറുപടി പറയുന്നത്. അപ്പൊ ഈ 2 തരത്തിലുള്ള മനുഷ്യരുണ്ട് കേട്ടോ, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മളെ ഒതുക്കാൻ വരുമ്പോൾ അതിന്റെ ഇരട്ടി ശക്തിയോടെ, അതായത് ഓർത്തോണം, കമ്പ് കൊണ്ട് ഒതുക്കാൻ വരുന്നവനെ കമ്പി കൊണ്ട് ഓടിക്കുന്ന ഒരു സമൂഹം ഇന്നത്തെ ലോകത്തിലുണ്ട്. അതല്ല, കമ്പ് കൊണ്ട് അടിക്കാൻ വരുന്നവന്റെ മുമ്പാകെ ഓലക്കാലുമാട് നിന്നാലെന്തോന്നറിയാമോ, അവൻ ഇരട്ടി ശക്തിയോടാ ചാടി വരുന്നത്. നമ്മൾ പറയത്തില്ല, ഈ മൂർഖനെയൊക്കെ പറയത്തില്ല, ചിലപ്പം പറയും അവിടെ കിടക്കുമ്പോൾ, എടാ നോക്കിക്കേ, അതെന്തോ പാമ്പാന്ന് നോക്കിക്കേ, അത് മൂർഖനാന്ന് തോന്നുന്നു. ചേരയാണെന്ന് കണ്ടാൽ എന്തോ കൊടുക്കും, ചേരയ്ക്ക് വലിപ്പമുണ്ട്, എല്ലാം ഉണ്ട്, അന്നേരം കല്ലെടുത്തറിയാൻ തോന്നും. അപ്പൊ ചേരെ വന്നാല് കല്ലെടുത്ത് വിട്ടേക്കണം, കാരണം അല്ലെങ്കിൽ അടുത്തതിനെയും കൂട്ടിക്കൊണ്ട് വരുമെന്നങ്ങ് പറഞ്ഞു പഠിപ്പിച്ചേക്കുക. എന്തിനാ ഈ നാട്ടിൻപുറത്ത് ഇങ്ങനെയുള്ള ചില ദുശൈലികളൊക്കെ വന്നതെന്നറിയോ? ചില ശൈലികൾ ദുശൈലികളാ വന്നതിന്റെ കാരണം എന്തെന്നറിയാമോ?
എടാ, ഈ പാവം പിടിച്ചവന്റെ മണ്ടയ്ക്ക് കയറുന്നതിന് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അവനെ എങ്ങനെയും പറയാം, അവനെ എന്തും പറയാം, കാരണം അവനൊന്നും തിരിച്ചു പറയും. അതേസമയം ഈ മൂർഖൻ എന്ന് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, അതെല്ലാരും ഒന്നും കൊത്തത്തൊന്നുമില്ല, ആവശ്യമില്ലാതെ കയറി കൊത്താൻ വരത്തില്ല. ഒന്നുകിൽ അത് മാറാടുന്ന സമയത്തോ മുട്ടയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് അതിനെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ മാത്രമേ മൂർഖൻ പത്തി ഉയർത്തത്തുള്ളൂ. അല്ലെങ്കിൽ അതതിന്റെ പണിക്ക് പോകും, അതെവിടെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിക്കും. നമ്മുടെയൊക്കെ ഈ ചുറ്റുവട്ടത്തിൽ എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കണ്ട കേട്ടോ, അവിടെ ഒന്നുമില്ല, പേടിക്കണ്ട. അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എവിടെങ്കിലുമൊക്കെ അങ്ങ് കഴിഞ്ഞു പൊക്കിയോളൂ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. പൊളവനെ കണ്ടാ കല്ലെടുത്തെറിയും, ചേരെ കണ്ടാ കല്ലെടുത്തെറിയും, പക്ഷേ മൂർഖനെ കണ്ടാ പേടിച്ചിരിക്കും. അതായത് നമ്മളങ്ങ് പേടിക്കുകയാണ്. എടാ സൂക്ഷിച്ചോണം. അതും ഒരു പ്രത്യേക പോളിസിയാ മനുഷ്യന്റെ കേട്ടോ. എടാ ഞാൻ പോട്ടെ, എനിക്ക് വിഷമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, പക്ഷെ വിഷമുണ്ടേലും ഇല്ലേലും കൊള്ളാം, തൊടാൻ വന്നാൽ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താ ഇന്ന് നമ്മൾ വിജയത്തിന്റെ ആളുകളായി പലരെയും കണക്കാക്കുന്നത്. അതിലെ ശരിതെറ്റുകളെ കുറിച്ചൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. മനുഷ്യന്റെ മുൻവിധി എല്ലാ രീതിയിലും വ്യത്യസ്തമാണ്. കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങളിൽ ഒരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറയത്തില്ലയോ, എടാ എന്ത് കാര്യങ്ങൾ ഇപ്പൊ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിക്കോ, എടാ എനിക്ക് ശേഷം അടുത്ത കൊടി പിടിക്കാൻ പറ്റുന്നവൻ എന്റെ മോനായിരിക്കണം, അവനെ കൊണ്ടല്ലാതെ പറ്റത്തില്ല. കുടുംബാധിപത്യം വർദ്ധിച്ചു വരുന്നു. അത് രാഷ്ട്രീയത്തിലുണ്ട്, മതസങ്കല്പങ്ങളിലുണ്ട്, സാഹിത്യത്തിലുണ്ട്, ബിസിനസ് മേഖലയിലുണ്ട്. ഒരു വലിയ കുടുംബാധിപത്യം. അവരെ കൊണ്ടേ പറ്റത്തുള്ളൂ, ഇന്ന് കുടുംബത്തെ കൊണ്ടേ പറ്റത്തുള്ളൂ, ഇന്ന വ്യക്തി വന്നാലേ ജയിക്കത്തുള്ളൂ. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കും, ഏത് മേഖലകളിലും അങ്ങനെ, അവനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ട് സാധിക്കത്തില്ല. കർത്താവിന്റെ ചിന്ത എപ്പോഴും ഓർത്തോണം. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ, ഒരേ അനുഭവത്തോടു കൂടിയ. അതിൽ ശക്തിയോ അശക്തിയോ എന്നുള്ളതല്ല. ഈ നമ്മൾ പറയത്തില്ലയോ, പ്ലേറ്റോയുടെ പ്രസിദ്ധമായ ചിന്ത, അത് ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകം നമ്മളിൽ പലരും വായിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ചാല് അർഹതയുള്ളവർ മാത്രം ജീവിച്ചു പോകുന്ന ഒരു ലോകം, മാനസിക രോഗികളും മന്ദബുദ്ധികളും തളർവാദികളൊന്നും ഇല്ലാത്തൊരു ലോകം, അതിനെക്കുറിച്ച് പ്ലേറ്റോ പഠിപ്പിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല. തളർന്നു കിടക്കുന്നതും ക്ഷീണിച്ചു പോയതും ഒന്നുമില്ലാത്തതും രക്ഷപ്പെടുന്ന ഒരു പ്രത്യേക സംഹിതയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ആ സമൂഹത്തിൽ എത്രയോ പേരിരിപ്പുണ്ടായിരുന്നു. കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഉണ്ടെന്നിരിക്കട്ടെ. അതേ പ്രിയമുള്ളവരെ, ഞാൻ ആരെക്കുറിച്ചും മുൻവിധിയോടെ പറയുന്നില്ല, ഞാനൊരു വ്യക്തിയെയും കാണുന്നില്ല. നിങ്ങൾക്ക് ആർക്കുമാകാം, നിങ്ങൾക്കെല്ലാവർക്കും അതിന് കഴിവുണ്ട്. എന്റെ വയസ്സിലുമുള്ളവരെ, ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ദൈവം എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിവ് തന്നിട്ടുണ്ട്. മിടുക്കന്മാരായ മാതാപിതാക്കൾക്ക് ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കൂ എന്ന് ചിന്തിക്കരുത്. നമ്മൾ പറയത്തില്ലയോ, പണ്ടുള്ളവർ പറയും, നാട്ടുമ്പുറത്ത് പറയും, മത്തം കുത്തിയാല് കുമ്പളം മുളയ്ക്കുമോ ചോദിക്കും. ഈ അടുത്തിടയ്ക്ക് ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാ, ഒരു വീട്ടിൽ ചെന്നു, ഞങ്ങൾ 2-3 പേരുണ്ട്, ഒരു സാധു വീട്. അപ്പൊ അവിടെ 2 പെമ്പിള്ളാരാണ്. ഇനി 2 പെമ്പിള്ളാരുള്ള വീടുകാരൊന്നും ഞാൻ വന്നു എന്നുള്ളതിനെ കുറിച്ച് വിലയിരുത്തിയേക്കല്ലേ. പലർക്കും 2-3 പെമ്പിള്ളാര് കാണും, ആമ്പിള്ളാര് കാണും. ഞാൻ പോയാ നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്തൊരു വീട്. അപ്പൊ അവിടെ ചെന്നപ്പോ 2 പെമ്പിള്ളാര്. അപ്പം നമ്മൾ ചോദിച്ചു, നോർമലായിട്ട് ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്ത് പഠിക്കുക? അപ്പം മൂത്ത കൊച്ചു പറഞ്ഞു, ഞാൻ CA വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കൊച്ച് BSc നേഴ്സിംഗിന് പഠിക്കുന്നു. അപ്പൊ സന്തോഷം. ആദ്യത്തെ ആ കുട്ടിയുടെ അത് കേട്ടപ്പോൾ പറഞ്ഞു, മക്കളെ നന്നായിട്ട് പഠിക്കണം, നല്ലപോലെ കഠിനാധ്വാനം ചെയ്യണം, അതിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിനക്ക് കൊണ്ട് പറ്റും, നീ ശ്രമിച്ച മോളെ കൊണ്ടത് പറ്റും കേട്ടോ. 10% താഴെ 6-7% പോലും അതായത് പെർസെന്റേജ് വിജയത്തിന് ഇല്ലാത്ത ഒരു കോഴ്സാണ്. എന്നാലും ആ കൂട്ടത്തിൽ മോളും കാണപ്പെടാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോരുകയും ചെയ്തു. എന്റെ കൂടെ വന്ന ചങ്ങാതി പറയുക, എടാ ഈ കൊച്ച് എന്തിനാ വെറുതെ സമയം കളയുന്നത്, അതിന്റെ അന്തപ്പടി ഒന്നും പഠിച്ചിട്ട് പോലുമില്ല. ആ തള്ളയെന്ന് പറയുന്നത് മണ്ടരി ബാധിച്ചതാ. കൊച്ച് CA പഠിക്കാൻ വേണ്ടി നോക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പല മേഖലകളിലെ മുൻവിധിയാണ് കേട്ടോ. ചില കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ, അവന്റെ മോൻ പഠിക്കാൻ പോകുന്നു, അവളുടെ മോളാണോ പഠിക്കാൻ പോകുന്നത്. പണ്ട് എല്ലാത്തിനും ചില തടസ്സങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈവൻ പൗരോഹിത്യ പദവിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ഭൗതികമായ മറ്റു പദവികളിലേക്ക് എത്തുമ്പോൾ ചിലതിനൊക്കെ ഓരോരോ കാനോനകളാ, ചില പ്രമാണങ്ങളാ. ഇന്ന് സഭ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാഠിന്യം നൽകുന്നില്ല. ഇന്ന ജോലി ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇന്നതാകാൻ പറ്റത്തില്ലെന്നോ
ഇന്നടത്ത് പോകാൻ പറ്റത്തില്ലെന്നോ പ്രവേശിക്കാൻ പറ്റത്തില്ലെന്നോ പള്ളിച്ചുമതലകളിലാകാൻ പറ്റത്തില്ലെന്നൊന്നും സഭ പറയുന്നില്ല. പക്ഷെ എന്നാലും മനുഷ്യന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്. നിസ്സാരമായിട്ട് ആലോചിച്ചോ. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചിലരെയൊക്കെ ഒരുപാട് പൊക്കിക്കൊണ്ട് നടക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ കല്ലറയിലേക്ക് ബോഡി എടുത്തുകൊണ്ട് പോകാനുണ്ടല്ലോ, ഈ പറയുന്ന വീരന്മാരായിട്ടുള്ളവർക്ക് ആ കുഴിയിലോട്ട് എടുത്തു വെക്കാൻ പോലും അറിയത്തില്ല. ഈ ഐറ്റങ്ങൾ പിടിക്കാൻ വന്നാൽ കറക്റ്റ് ആ കുഴി കൊണ്ട് തള്ളിയിടുകയും ചെയ്യും, തലകീഴായിട്ട് ബോഡി കുത്തിയിടുകയും ചെയ്യും. അതേസമയം ഇതൊന്നുമില്ല, നമ്മൾ ജീവിതത്തിൽ മിണ്ടിയിട്ടേ ഇല്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. ആ ഒരു ചെറുപ്പം ഏതെങ്കിലും സാധുക്കളായ മനുഷ്യരായിരിക്കും വന്ന് ആ സമയത്തൊന്ന് ബോഡി എടുത്തിറക്കാൻ പോലും സഹായിക്കുന്നത്, ആ പെട്ടി അടയ്ക്കാൻ പോലും സഹായിക്കുന്നത്. നമ്മൾ മിടുക്കന്മാരെന്ന് പറയുന്നവരും നമ്മളുടെ കുടുംബക്കാരും ഒക്കെ ആ ഒരു പ്രത്യേക ടെൻഷനിലായിരിക്കും കേട്ടോ. ആ സമയത്താണ് ശവക്കുഴിയുടെ അടുത്ത് നിന്ന് അച്ഛൻ ചോദിക്കും, എന്തിയെ ആ ശവപ്പെട്ടി അടയ്ക്കാനുള്ള അടപ്പെന്തിയും ചോദിക്കുമ്പോഴാ അന്നേരമാ ഓടുന്നത്. ഇത് എടുത്തുകൊണ്ട് വരാൻ ഓടുന്ന ആരാന്നറിയാമോ? നമ്മൾ മിടുക്കരെന്ന് പറയുന്ന ഒരുത്തനും ആയിരിക്കത്തില്ല. ദൈവമേ, ഏതെങ്കിലും ഒരു സാധുവായിരിക്കും, ഒന്നുമില്ലാത്തവരായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ കാണുന്ന എല്ലാത്തിനെ കുറിച്ചും ഒരു പ്രതീക്ഷ ഉണ്ടാകണം. എന്റെ മുമ്പിൽ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ആ തെങ്ങിനെ കുറിച്ച് ഞാൻ കാണുമ്പോൾ എടാ ഇതിങ്ങനെ ഉണങ്ങി നിൽക്കുകയാന്നോ വാടി നിൽക്കുകയാന്നോ എന്നല്ല, അതും കായ്ക്കുന്ന, അതിൽ നിറച്ച് തേങ്ങയുണ്ടാകുന്ന ഒരു അനുഭവം. ഒരു കൊച്ചു മാവ് നിൽക്കുന്നു, ആ മാവ് നിറച്ച് കായ്ക്കുന്ന ഒരു അനുഭവം. ഒരു പ്ലാവ് നിൽക്കുന്നു, അതിലും ചക്കയുണ്ടാകുന്ന ഒരു അനുഭവം. ചക്ക പൊഴിഞ്ഞു വീഴുവെന്നോ മറിഞ്ഞു വീഴുവെന്നോ ഒടിഞ്ഞു വീഴുവെന്നോ ഒന്നുമല്ല പെട്ടെന്ന് ചിന്തിക്കുന്നത്. അതിൽ മാവാണോ മാങ്ങ ഉണ്ടാകണം, പ്ലാവാണോ ചക്ക ഉണ്ടാകണം, തെങ്ങാണോ കായ്ക്കണം. ആ ഒരു ജീവിതാനുഭവം അനുദിന ജീവിത വെളിച്ചത്തിൽ നിങ്ങൾ ഞാനും വളർത്തിയെടുക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അതേ പ്രിയമുള്ളവരെ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കുടുംബം പറയുന്നില്ല, അഡ്രസ് പറയുന്നില്ല, വിലയും നിലയും പറയുന്നില്ല. ഒരു മുൻവിധിയില്ലാതെ ഒരു പ്രത്യേകമായ അനുഭവം കർത്താവ് തുറന്നു തരികയാണ്. നമുക്ക് ചേർന്ന് പാടാം. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവാലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. 2 കാര്യങ്ങൾ പറഞ്ഞു. ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. ഒന്നാമത് പറഞ്ഞു, നമ്മൾ ആ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് താഴ്ന്നു വന്നപ്പോൾ ആ ഒരു മോഡറേറ്റ് പോളിസി എല്ലാ മേഖലയിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടാമത്, നിങ്ങളിൽ ഒരാൾക്ക്, ഏതൊരു വ്യക്തിക്കാന്ന് പറയുന്നില്ല, ഏതൊരു ഗോത്രത്തിൽ നിന്നുള്ളവനാന്ന് പറയുന്നില്ല, വംശത്തിൽ നിന്നുള്ളവനാന്ന് പറയുന്നില്ല, ഒരു വ്യക്തിക്ക് ഒരു മുൻവിധിയില്ലാത്ത കർത്താവിന്റെ പ്രതികരണം. മൂന്നാമതായിട്ട്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഉണ്ടെന്നിരിക്കട്ടെ. കർത്താവ് നൽകുന്ന, നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചോണം. നമ്മൾ ചില സമയത്ത് പറയത്തില്ല, ഈ അണ്ടം പറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയും. സാമ്പത്തികമായിട്ട് തളർന്നിരിക്കുന്ന സമയം, മാനസികമായിട്ട് ഒതുക്കപ്പെട്ട സമയം, എല്ലാവരും ഒറ്റപ്പെടുത്തിയ സമയം, കയ്യിലൊന്നുമില്ലാതിരിക്കുന്ന സമയം, പദവികളൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞു, ഒത്തിരി ഉള്ളപ്പോൾ, ഒത്തിരി കഴിക്കാനുള്ളപ്പോൾ എന്തെങ്കിലും സാധാരണ ഭക്ഷണം തന്നാൽ വിലയില്ല. അതേസമയം നല്ല പട്ടിണി കിടക്കുമ്പോഴോ, നല്ല കഞ്ഞിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്തോ പറയും, നല്ല രുചിയല്ലയോ. എല്ലാവരും പറയും, ദുഃഖവെള്ളിയാഴ്ച ദിവസത്തെ കഞ്ഞി ഒന്ന് കുടിക്കണം, എന്തോ രുചിയാണെന്നറിയാമോ. എന്താ അത്രയും പറയുന്നതിന്റെ കാരണം? പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഞാൻ അതിനെ നിസ്സാരവൽക്കരിക്കുന്നില്ല. പിന്നീട് എന്താ ഒരു കാര്യം, എന്താ, രാവിലെ വന്നതാ, ഒരു 7:30-8 മണിയായപ്പം വന്നതാ കേട്ടോ. പലരും വെള്ളം പോലും കുടിച്ചിട്ടില്ല, വെറും പച്ചവെള്ളം കുടിച്ച് ചൂടുവെള്ളം കുടിച്ചിട്ടിരിക്കുക. ഒരു 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് നല്ല കഞ്ഞിയും പേരും കിട്ടുമ്പോൾ അറിയാതെ രുചിയുണ്ടെന്ന് പറഞ്ഞു പോകും. ചില സമയത്ത് പറയത്തില്ലയോ, ചിലർക്കൊക്കെ ഗോതമ്പപ്പം ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചോറ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മുടെ ചില പിള്ളേരുടെ തന്നെ അവസ്ഥ ആലോചിച്ചോണ്ട് ഇവിടെ നിന്ന് നഴ്സിംഗും മറ്റു കോഴ്സുകളും ഒക്കെ പഠിക്കാൻ വിദേശത്തൊക്കെ പോകുന്നതിന് മുമ്പ് ഇതൊന്നും വേണ്ട. സാമ്പാർ കൊടുത്താൽ വേണ്ട, തോരൻ കൊടുത്താൽ വേണ്ട, മീൻകറി കൊടുത്താൽ വേണ്ട, ഒന്നും കഴിക്കത്തില്ല. എല്ലാം മാറ്റി മാറ്റി വെച്ചേക്കും. അറ്റത്ത് ഇങ്ങനെ കോഴി
മാന്തുന്നത് പോലെ ചെയ്യുന്നത് പോലെ ചീഞ്ഞു വെച്ചേക്കും. കണ്ടാൽ തന്നെ നമ്മൾ പറയത്തില്ലേ, ഈ കഴിക്കുന്നതിനും ഒരു ആർട്ടിസ്റ്റിക് ടച്ച് ഉണ്ടെന്ന് പറയത്തില്ലേ, അതിനൊരു കലാപരതയുണ്ട്. ചിലരൊക്കെ നന്നായിട്ട് കഴുകി, പണ്ടത്തെ കാരണവന്മാര് അപ്പച്ചന്മാരും അമ്മച്ചിമാരും അച്ചായന്മാരും ഒക്കെ കഴിക്കുന്നത് കാണണം. ഒരു വലിയ പാത്രം നിറച്ച് ഒരിടങ്ങഴിയുടെ ചോറ് കഴിക്കുമെന്നൊക്കെ പറയുന്നത് അതിശയോക്തിയല്ല. ഒരു ഷുഗറും ഇല്ല, ഒരു പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല. അധ്വാനിക്കുന്നവരൂടിയായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഈ കുടഞ്ഞിട്ട് ഒന്നും വലിയ കൂട്ടാനൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഒരു ചുട്ട ചമ്മന്തിയോ ഒരു ഉണക്കമീൻ വറുത്തതോ വല്ലതൊക്കെ കാണത്തുള്ളൂ. ഇതെല്ലാം കൂടെ കുഴച്ച് ഇച്ചിരി മോരൂടെ കുഴച്ച് കഴിക്കുമ്പോൾ കാണുന്നവന് പോലും ഒരു കൊതിയ. എടാ, നമ്മൾക്കറിയാതെ കഴിക്കണമെന്ന് തോന്നും, അത് കേൾക്കുമ്പം തന്നെ കഴിക്കണമെന്ന് തോന്നും. പഴയ കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് ഓർത്തോണം, പഴുങ്ങിഞ്ഞിയൊക്കെ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഇന്ന് നാണക്കേടായി. പക്ഷെ ഇന്ന് മോഡേൺ വേൾഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പഴുങ്ങിഞ്ഞിക്കട, വീട്ടിൽ നിന്ന് അമ്മയും അപ്പനും ഉണ്ടാക്കി കൊടുക്കുന്ന പഴുങ്ങിഞ്ഞി കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ കടയിൽ പോയി കഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഒന്നാന്തരം ലൈവും വിടുന്നുണ്ട്. നല്ല കാര്യമാണ്, സന്തോഷം. അവിടെങ്കിലും പോയി ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം ഉണ്ടേ കഴിക്കട്ടെ. വലിയ എന്തോ തിരിഞ്ഞു നോക്കുന്ന എന്തോ ആരെങ്കിലും ഉണ്ടോ ഇവിടെ കാണും. എന്റെ പൊന്നെ ചതിക്കരുത് കേട്ടോ. അതൊക്കെ നല്ലതാ കേട്ടോ. നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നല്ലതാ. ഒന്നും അല്ലെങ്കിൽ പഴുങ്ങിഞ്ഞിയല്ലേ കൊടുക്കുന്നത്. നല്ല കൂട്ടുകാരും കൂട്ടി ഇടയ്ക്കൊക്കെ ഈ പിള്ളാരെ കൊണ്ടൊക്കെ ഒന്ന് പോകണം. ഈ എന്തോ പറയുന്നത്, ഈ പറയുന്നത് പോലെ വലിയ വലിയ ഇവിടെയുള്ള ഫുഡ് നമ്മൾ ഓർത്തോണം. ഈ നമ്മുടെ ബൈപ്പാസില് എന്തുമാത്രം ഫുഡ് കോർട്ടുകളാ. നമ്മൾ പലപ്പോഴും കാണുമ്പോൾ ഓർക്കും, ദൈവമേ, ഈ അടൂരും പരിസരത്തും ഇത്രയും വീടുകളിൽ ചിലപ്പോൾ അരി വെക്കുന്നില്ലയോ. നമ്മൾ ഉൾപ്പെടെയുള്ളവരൊക്കെ പോകുന്നതാ കേട്ടോ. യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ പോകുന്ന കാര്യം തന്നെ പറയുന്നു. എന്തോരം വാഹനങ്ങളുടെ ഇതാണ്. പ്രത്യേകിച്ച് ഈ കഴിക്കുന്ന എല്ലാം മോഡേൺ ഫുഡ് മാത്രമാണ്. എന്നാൽ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുപ്പിക്കുന്നവരും ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക കേട്ടോ. ആൾക്കാരെ കഴിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. നമ്മൾ പറയത്തില്ലയോ, ചിലരെ സ്ലേറ്റിൽ എഴുതി പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ഇന്നത്തെ കാലത്ത് ചില സ്കൂളുകളിലുണ്ട്, അവർക്ക് സ്ലേറ്റ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പഴയ അണ്ണാൻ പച്ചയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തുടപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മുറ്റത്ത് കളിച്ചു പഠിപ്പിക്കുന്നുണ്ട്, മഴ നനയിപ്പിക്കുന്നുണ്ട്, വെയിൽ കൊള്ളിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കൊള്ളിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ പ്രത്യേകമായ രീതിയിൽ ചിലതിനെയൊക്കെ വളർത്തിവിടുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ഹൃദയപൂർവ്വം ചിന്തിക്കേണ്ട ഒരു ആശയം, ഞാൻ മറ്റാശയങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങളിൽ 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാതിരിക്കുന്നവന് കൊടുക്കുന്ന ഒരു വലിയ പോസിറ്റീവ് സ്ട്രോക്സ് ഉണ്ട്. സഹോദര, നീ രക്ഷപ്പെടും. മകനെ, നിനക്ക് പ്രതീക്ഷയുണ്ട്. നിനക്ക് കഴിഞ്ഞ ദിവസം വരെ 10,000 ആടുണ്ടായിരുന്നു. ഇനി ഒരാട് പോലും കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്നവനാ. ഞാൻ ആടിനെ വളർത്താനുള്ള സാഹചര്യമേ ഉപേക്ഷിച്ചു. ഇനി ഒരാടിനെ പോലുമില്ല. വളർത്തി നഷ്ടമായി. എല്ലാ രീതിയിലും ഞാൻ മാറ്റപ്പെട്ടു. ഒന്നുമില്ലാത്തവന് കിട്ടുന്ന ചില ഉണർത്തുപാട്ടുകളുണ്ട് പ്രിയമുള്ളവരെ കേട്ടോ. നമ്മൾ എപ്പോഴും ആലോചിച്ചോണം, നമ്മൾ ഈ നടന്നു പോകുമ്പോഴേ, ആരോഗ്യത്തോടെ നടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ ഉണ്ടല്ലോ, ഈ നടക്കുന്നതിന്റെ വില നമുക്ക് തിരിച്ചറിയത്തില്ല. ഓടുന്നതിന്റെ വില തിരിച്ചറിയത്തില്ല. 100-ലും 120-ലും വാഹനം ഓടിക്കുന്നതിന്റെ ആ ഒരു ക്രേസിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചോ, കുറച്ചു നാൾ തളർന്നു കിടക്കുക, ക്ഷീണിതരായി കിടക്കുക, നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് കിടക്കുക, വെയിറ്റ് ഇട്ട് കിടക്കുക. ആ വെയിറ്റ് ഇട്ട് 2-3 മാസം കിടക്കണമെന്ന് ഡോക്ടർ അഡ്വൈസ് ചെയ്തു. നമുക്കറിയാം എഴുന്നേൽക്കും. എന്നാലും മനസ്സിന്റെ ഉള്ളിലൊരു ശങ്കയുണ്ട്, ദൈവമേ, ഇനിയും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പറ്റത്തില്ല. കാലൊന്ന് പൊക്കാൻ പറ്റത്തില്ല. ഈ കാല് പൊക്കാൻ പറ്റാത്തതിന്റെയോ തിരിയാൻ പറ്റാത്തതിന്റെയോ അല്ല നമ്മുടെ പ്രശ്നം. ആ സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ, നമ്മൾ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ വായിലോട്ട് ഭക്ഷണം കോരിത്തരുന്ന ഒരു അനുഭവമുണ്ട്. നമ്മളുടെ നിത്യനിധാന കർമ്മങ്ങൾ മറ്റുള്ളവർ ചെയ്തു തരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് അവസാനം ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ ഈ പിടിച്ച് നടത്തത്തില്ലയോ, പിടിച്ച് നടത്തി കഴിയുമ്പോൾ ചിലർക്ക് വലിയ സന്തോഷമാണ്. ഉയ്യോ ദൈവമേ, ഞാൻ നടന്നല്ലോ, ഇനി ഞാൻ എഴുന്നേൽക്കത്തില്ല എന്നോർത്തതാ. ചിലരൊക്കെ പറയാറുണ്ട്, അടുത്തിടയ്ക്ക് ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ മനസ്സിലായത്, ഒരു വീഴ്ച പറ്റി അവിടുത്തെ ഗൃഹനാഥൻ ഒന്ന് തലയടിച്ചു വീണു. അദ്ദേഹം ഒരു 4-5 മാസമായിട്ട് കിടപ്പില്ല. അപ്പൊ ആ വീട്ടുകാരിപ്പോ പറയുകയാണ്, ഒരേ കിടപ്പില്ല. അപ്പൊ ഇനിയും ചിലപ്പോൾ മാറ്റങ്ങൾ വരാം, പക്ഷെ സമയം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞേക്കും. ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ചെന്നപ്പം വീട്ടുകാർ പറയുന്നു, ഇപ്പൊ കണ്ണ് തുറന്നു കേട്ടോ, കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്, പതുക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട്, കാലൊക്കെ തള്ളവിരലൊക്കെ ഒന്ന് ചലിപ്പിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചോണം, ഓടിച്ചാടി എല്ലായിടത്തും പോയ ഒരു മനുഷ്യൻ ഒന്ന് സ്ലിപ്പായി വീണ് തലയടിച്ച് വീണ ഒരു 3-4 മാസം കിടക്കയിൽ ഫുള്ള് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവമേ കണ്ണ് ചലിപ്പിച്ചു, കണ്ണ് തുറന്നു, ഒന്ന് ചിരിച്ചു, കാല് ചലിപ്പിച്ചു എന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ എന്തൊരു അനുഭവമാണ്.
പ്രത്യേകിച്ച് നിങ്ങളുടെ ചില മക്കള് നമുക്ക് ഭയങ്കര ഓർമ്മശക്തിയൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഓർത്തോണം, കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അപ്പാന്നൊന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എന്തൊരു അനുഭവമാണ്. ഞാൻ പേര് പറയാതൊരു വലിയ ബിസിനസ്സുകാരന്റെ ഒരു മകനെ അദ്ദേഹം വളർത്തിയ അനുഭവം പറയാം. നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ തന്നെ അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരു മകൻ സുഖമില്ലാത്തവനായിരുന്നു. അപ്പൊ ഈ മകന് എന്താ പറയുന്നത്, മാനസികമായ പ്രശ്നങ്ങൾ, ഒരുപാട് വളർച്ചയിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇദ്ദേഹം ഈ പയ്യനെ വളർന്നു പഠിപ്പിക്കാൻ വേണ്ടി ഒരാളെ സ്ഥിരമായിട്ട് വെച്ചേക്കൂ. അപ്പോൾ അദ്ദേഹം എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മകൻ പഠിച്ചു വലിയ പദവിയോ എന്റെ ബിസിനസ് ഏറ്റെടുക്കാനോ ഒന്നുമല്ല, അതിന് വേറെ ആൾക്കാരുണ്ട്, അവർ ചെയ്തോളും. പക്ഷെ എന്റെ മോനെ അപ്പാന്നൊന്ന് എഴുതാൻ തക്കവണ്ണം ഒന്ന് സാധിച്ചാൽ, പപ്പാന്നൊന്ന് വിളിക്കാൻ പറ്റിയാൽ, അവന്റെ അമ്മയെന്നൊന്ന് വിളിക്കാൻ പറ്റിയാൽ അത് മാത്രം മതി. എന്റെ വാത്സല്യമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം കേട്ടോ. ഒത്തിരി ഉള്ളപ്പോൾ നമുക്ക് ഇതിന്റെ ഒന്നും വില അറിയത്തില്ല. ഒരുപാട് കിട്ടുമ്പോൾ നമുക്ക് നിസ്സാരവൽക്കരണമാണ്. നടക്കാതെ ഇരിക്കുമ്പോൾ, ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ, വെളിവ് നഷ്ടപ്പെടുമ്പോൾ, തളർന്ന് കിടക്കുമ്പോൾ, ചിലപ്പോൾ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഓർക്കും ചില മനുഷ്യരൊക്കെ വെറുതെ കിടക്കുവാൻ തോന്നിപ്പോവും. പക്ഷെ ഉള്ളിലൊരു ബോധമുണ്ട്. ചിലരൊക്കെ മരണതുല്യമായ അനുഭവത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, രക്ഷപ്പെടത്തില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചിലർ പറഞ്ഞിട്ടുണ്ട്, വളരെ മരണതുല്യമായ അനുഭവത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന എൻ്റെ ഒരു സഹോദരൻ, ഒരു പരിചയക്കാരൻ പങ്കുവെച്ച ഒരു അനുഭവമാണ്. അദ്ദേഹം അധികം നാൾ ജീവിച്ചില്ല കേട്ടോ. ആ അവസ്ഥയിൽ നിന്നൊരു 7-8 മാസം കൂടെ ജീവിച്ചുള്ളൂ. അദ്ദേഹം പങ്കുവെച്ച ഒരു അനുഭവം, ഞാൻ വയ്യാതെ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അച്ഛന്മാരും ബാക്കിയുള്ളവരും ഒക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവെ, ഒരിക്കലൂടെ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന എനിക്കൊന്ന് അനുഭവിക്കാൻ സാധിക്കണം, അതിനൊരവസരം നീ തരുമോ? ദൈവം ആ മനുഷ്യന് കൊടുത്തു. 7-8 മാസം കൂടി കൊടുത്തു. അതിനുശേഷം അദ്ദേഹം പോയി. ഇവിടെ നിങ്ങളും ഞാനും ചിന്തിക്കണം, നിങ്ങളിൽ ഒരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് നൽകുന്ന ഒരു തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യന് നൽകുന്ന ഒരു വലിയ ശക്തി. ഒരാടിനെ പോലും എനിക്ക് വളർത്താൻ പറ്റുന്നില്ല, എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ദൈവം പറയുന്നത്, ആ ഒരു ഉപമയ്ക്കകത്ത് കൂടി പറയാം, 100 ആടുണ്ടെന്നിരിക്കട്ടെ. എല്ലാവരുടെയും മനസ്സിലൊരു പോസിറ്റീവ് സ്ട്രൈക്ക് കടന്നു വരികയാണ്, ഒരു സ്ട്രോക്ക് കടന്നു വരികയാണ്. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ പറയുക, നിങ്ങൾ എല്ലാവരും നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ എന്തോ ഒരു നെഗറ്റിവിസമാണ്. നാളത്തെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ നാളെ വലിയ പ്രശ്നങ്ങളാണ്. നാളെ ഇറാൻ കൊണ്ട് ഇസ്രായേലിൽ ബോംബിടും, അമേരിക്ക അണുബോംബിടും. ഇതൊക്കെ വേണേ പറയാം. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സിനിമയ്ക്കകത്ത് കേട്ടിട്ടില്ലയോ, അയാളുടെ പേരെന്തോ, ഇന്നസെന്റിന്റെ ഒരു മനുഷ്യൻ വയ്യാതെ കിടക്കുക. ഈ പറയത്തില്ല, നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൽ പറയുന്നുണ്ട്, ഇന്ദ്രൻസ് വോട്ട് ഇന്നസെന്റിന്റെ കന്നത്ത് അടിച്ച വ്യക്തിയുടെ പേരെന്തുമായിരുന്നു? മറവി ഭയങ്കരമാകട്ടെ, ഓർമ്മക്കേട് ഒത്തിരി വരുന്നുണ്ട്, സെൽസൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. പോട്ട് കന്നത്തടിച്ചു പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചാകാറായി കിടക്കുമ്പോഴാണ് വന്ന് ഇങ്ങനെ കന്നവർത്തമാനം പറയരുതെന്ന് പറയുന്ന ചില അനുഭവങ്ങളുണ്ട്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഹൃദയപൂർവ്വം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. ഒരു മനുഷ്യൻ തളർന്നും ഇല്ലാതായി കിടക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, ഭൂമിയൊക്കെ ക്ഷീണിച്ചു കിടക്കുകയാണ്, വെയിലേറ്റ് അമങ്ങിക്കിടക്കുക, പൊടിപടലങ്ങൾ ഉയരുകയാണ്, പല ചെടികളും ഉണങ്ങിക്കിടക്കുകയാണ്. നല്ലപോലെ വെള്ളം ഒന്ന് ഒഴിച്ചു നോക്കുക, ആ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു വരും, അത് പൂക്കും, കായ്ക്കും. എനിക്കൊരു അനുഭവമുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു തെങ്ങ്, എന്റെ പിതാവ് മരിക്കുന്നതിന്റെ തലേ വർഷം കൊണ്ടുവച്ച ഒരു തെങ്ങ. ഈ തെങ്ങ് വളർന്നു. അതിങ്ങനെ അച്ചാച്ചൻ 2014 മരിച്ചുപോയി. ഒരു കാ പോലും ഉണ്ടാകത്തില്ല. അതിങ്ങനെ വളർന്നു വരുന്നു. അതിങ്ങനെ നിൽക്കുക, ഒരു പരിധി വരെ പൊങ്ങി നിൽക്കുക, വീടിന്റെ സ്ഥലത്ത് പൊങ്ങി നിൽക്കുക. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്, ഏതെങ്കിലും വെട്ടിക്കള. ശരി, അതിന്റെ ഇടയ്ക്ക് ഒരു കോഞ്ഞാട്ടം ഉണ്ടായി, അത് വെറുതെ പോകുകയും ചെയ്തു. അപ്പൊ വെട്ടുന്നതിന് മുമ്പ് തീരുമാനിച്ചു, നേരത്തെ കർത്താവ് പറഞ്ഞ ഉപമ പോലെ പോട്ട് ഇതിന് കുറെ നല്ല ഉപ്പും കുറച്ച് വളവും ഒക്കെ ഇട്ടുകൊടുത്തു. നമ്മൾ പറയത്തില്ലയോ, എല്ലുപൊടിയൊക്കെ ഇട്ടുകൊടുത്തു. അതുവരെ ഇതിനു മുമ്പൊക്കെ കൊടുത്തിട്ടുള്ളതാ, എന്നാൽ ലാസ്റ്റ് സമയം ഒന്നുകൂടെ കൊടുത്തു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലെ ആ തെങ്ങ് നിറച്ചു തേങ്ങ. അത് എന്ന് വെച്ചാൽ നമുക്ക് തോട്ടിയും കൊണ്ട് പറിച്ചിടത്തക്ക രീതിയിലുള്ളത്. അപ്പൊ ഞാൻ ചിന്തിച്ചടാ, എന്റെ അച്ചാച്ചൻ കൊണ്ടുവച്ച തെങ്ങല്ലയോ, അത് പുതുപ്പള്ളി പോയപ്പോൾ അവിടുന്ന് നിങ്ങാണ്ട് വണ്ടിയെ ചുമന്നുകൊണ്ട് കൊണ്ടുവച്ച തെങ്ങ. പ്രിയമുള്ളവരെ, ഇതിനപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കണം കേട്ടോ. ചില ജീവിതാനുഭവങ്ങളിൽ ചിന്തിക്കണം.
ചിലരൊന്നും രക്ഷപ്പെടത്തില്ല, മുമ്പോട്ട് വരത്തില്ല എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും കർത്താവ് പറയുക, നിങ്ങളിൽ നമുക്ക് പകർന്നു കൊടുക്കാനുള്ള സന്ദേശം നമുക്ക് എല്ലാവർക്കും എല്ലാം കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാവരെയും പണം കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ല, പൊക്കിപ്പറഞ്ഞ് എല്ലാവരെയും പുകഴ്ത്താൻ പറ്റത്തില്ല, അധികാരം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളുടെ നാവിലൂടെ, നമ്മളുടെ പ്രവൃത്തിയിലൂടെ ചെയ്യാൻ പറ്റുന്ന ചില നല്ല വഴിത്താരകൾ. ഞാൻ എപ്പോഴും പറയും, ദൈവമേ, ചില നല്ല സാധുക്കളായ മനുഷ്യർ പറഞ്ഞിട്ടുള്ള കൊച്ചുപദേശങ്ങളുണ്ട്. സാക്ഷാൽ ദൈവത്തിന്റെ വാക്കുകളാ. മോനെ, ഇന്നടത്ത് പോകരുത്, നമുക്കത് വേണ്ട. ഇന്ന ബിസിനസ് ചെയ്യരുത്, ഇന്ന കോഴ്സ് എടുക്കരുത്, ഇന്ന യാത്ര വേണ്ട, ഇന്ന കൂട്ടുകെട്ട് വേണ്ട, ഇന്നതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചേരെ, അരുതാത്ത കൂട്ടുകെട്ട് വേണ്ട. ദൈവമില്ലാത്തവരിൽ നിന്ന് സഹായം തേടി പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നീ നേട്ടം നേടാൻ ആഗ്രഹിക്കരുത്. എന്റെ സഹോദര, സഹോദരി, ദൈവമില്ലാത്തവന്റെ സഹായം വേണ്ട. പ്രാർത്ഥിക്കാത്തവനും ദൈവത്തെ അറിയാത്തവനും തിന്മ ചെയ്യുന്നവനുമായ മനുഷ്യനിൽ നിന്നുള്ള സഹായം വേണ്ട. ദൈവമില്ലാത്തവനെന്ന് പറഞ്ഞാൽ ഇതര മതത്തിൽപ്പെട്ടവർ ദൈവമില്ലാത്തവരെന്നല്ല അർത്ഥം. അവരൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരെല്ലാ സമൂഹത്തിലുമുണ്ട്. ദൈവമില്ലാത്തവരെന്ന് പറയുന്നത് ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവർ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തോണം, നമുക്ക് കിട്ടേണ്ട ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ദൈവത്തിൽ നിന്നാ. നമ്മൾ ചിലതൊക്കെ വിട്ടേര്, അരുതാത്ത കൂട്ടുകെട്ട്, അരുതാത്ത ബന്ധങ്ങള്, അരുതാത്ത ലാഭങ്ങള്, അതൊക്കെ വിട്ടു കഴിയുമ്പോഴത്തേക്ക് ദൈവം ഒത്തിരി അനുഭവം തരും. നമ്മൾ ചിലരെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അവർ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും. അത് നമുക്ക് ലാഭമാണ്, നമുക്കൊരു പോസിറ്റീവ് സ്ട്രോക്കാ. ദൈവം നമുക്ക് അതിന്റെ ഇരട്ടിയായിട്ട് ഫലങ്ങൾ മേൽ നിന്ന് തന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ചിന്തയ്ക്ക് ഞാൻ അടിവരയിടുകയാണ്. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ദൈവം നൽകുന്ന ഒരു പ്രതീക്ഷയുടെ അനുഭവം, ഉണങ്ങിക്കിടക്കുന്ന ഒരു ചെടിയിലേക്ക് വെള്ളമൊഴിക്കുന്ന ഒരു അനുഭവം, പ്രതലമില്ലാത്തവന് കിട്ടുന്ന പ്രതലത്തിന്റെ അനുഭവം, ആയുസ്സില്ലാത്തവന് കിട്ടുന്ന ആയുസ്സിന്റെ അനുഭവം, ആരോഗ്യമില്ലാത്തവന് കിട്ടുന്ന ആരോഗ്യത്തിന്റെ അനുഭവം. ഈ വാക്ക് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്നുള്ള കർത്താവിന്റെ വാക്ക് കേൾക്കുമ്പോൾ, ഉണ്ടെന്നിരിക്കട്ടെ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. എന്റെ ദൈവം എന്നോടുമാ പറയുന്നത്. എന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചാലും, സഹോദരങ്ങൾ കൈവിട്ടാലും, ക്യാൻസറോ ഹൃദ്രോഗമോ എന്തുണ്ടെങ്കിലും, എന്റെ ജീവിത പങ്കാളി ഞാൻ അസുഖത്തിന്റെ അടിമത്തത്തിലായിരുന്നാലും, ഒരുപാട് പണം ചെലവഴിച്ചാലും, ഇനിയും ഒരുപക്ഷെ എഴുന്നേറ്റ് നടക്കത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെയും, പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്താൽ മതി. ദൈവമേ, നിന്റെ കൃപയുണ്ടാകണം. ഞാനൊരു അനുഭവം കൂടി പറഞ്ഞ് പെട്ടെന്ന് ആ വാക്കുകൾക്ക് അടിവരയിടുകയാണ്. എനിക്ക് വളരെ പരിചയമുള്ള ഒരു ഗുരുതുല്യായ ഒരു വ്യക്തിത്വം. അവര് ഒരുപാട് നന്മ ചെയ്യുന്നവരാണ്. അവർക്ക് അവരുടെ ജീവിത പങ്കാളിയുടെ വീട്ടിൽ നിന്ന് മാറി ഭാര്യയും ഭർത്താവും പിള്ളേരുമായിട്ട് ജീവിക്കുക. അവർ രണ്ടുപേരും നല്ല പദവികളിലൊക്കെ ആയിരുന്നു. പിള്ളേരൊക്കെ വെളിയിൽ പോയി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവർക്ക് അവരുടെ മദർ-ഇൻ-ലോ ഉണ്ട്, അമ്മായിയമ്മയുണ്ട്. അമ്മച്ചി വേറൊരിടത്താണ് താമസിക്കുന്നത്, കുടുംബത്തിൽ താമസിക്കുക. അപ്പൊ ഈ മരുമോളോട് ഭയങ്കരം എന്തോ അസാമാന്യമായ ദേഷ്യമാണ്, ഭയങ്കര എതിർപ്പം. അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് കയറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയത്തില്ല. അതായത് ഈ ഭർത്താവിന്റെ മൂത്ത ജ്യേഷ്ഠന്റെ കൂടെ താമസിക്കുന്നത്. ഒരു രീതിയിൽ പോലും അവരെ അടുപ്പിക്കത്തില്ല. അത്രമാത്രം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊരാടായിട്ട് ദേഷ്യവും മുടക്കുമായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ ഈ അമ്മച്ചിക്ക് അസുഖമായി, അസുഖം കൂടി, ആശുപത്രിയിലായി, ICUലായി, വെന്റിലേറ്ററിലായി. അസുഖം വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ വെച്ച് തൈലാഭിഷേകം നടത്തും. അപ്പം അമ്മച്ചിയുടെ മരണമൊക്കെ അടുത്തു. അപ്പോൾ ആ സമയത്ത് അച്ഛനെ വിളിച്ചു. നിങ്ങൾക്കറിയാം, ഈ വെന്റിലേറ്ററിലൊക്കെ വെച്ച് കിടക്കുന്ന ആൾക്ക് തൈലാഭിഷേകം കൊടുക്കുന്നത് നമ്മൾ വിശ്വാസപൂർവ്വം, കർമ്മങ്ങൾ അധികമൊന്നുമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആ തൈലം പുരട്ടി അത്ര മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു പ്രാർത്ഥനയെ പ്രാർത്ഥിക്കത്തുള്ളൂ, അതിനുള്ള അവസരമേ ഉള്ളൂ. പക്ഷെ ഈ അമ്മച്ചിക്ക് വയ്യാതായി കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ ആ സാധു സ്ത്രീ, ഗുരുതുല്യായ സ്ത്രീയെ ഈ അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അടുത്തിരുന്നു. ഇവര് കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടി പ്രാർത്ഥിച്ചു. ദൈവമേ, അമ്മച്ചിക്ക് ഒരു തൈലാഭിഷേകം നല്ലതായിട്ട് കൊടുക്കാൻ ഒരു അവസരം തരണം. കാരണം ഈ അമ്മച്ചി എന്നോട് ഒത്തിരി എതിർത്തിട്ടുണ്ടെങ്കിലും പള്ളിയിലും എല്ലാ കാര്യങ്ങളിലും ഒത്തിരി പോയി പട്ടക്കാരെ സഹായിച്ചു, എല്ലാവരെയും സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അമ്മച്ചിക്ക് ഇങ്ങനല്ലല്ലോ, അതൊരു ശരിയായ സംഗതിയല്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ അമ്മയ്ക്കൊരു ശുശ്രൂഷ കൊടുക്കണം. എന്തുവാണെങ്കിൽ ഇവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വെന്റിലേറ്റർ സീരിയസ് ആയിട്ട് കിടന്ന സ്ത്രീയാ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്തോ അമ്മച്ചിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് അസുഖം കൂടുതലായി കഴിഞ്ഞപ്പോൾ, കാരണം ക്ഷീണാവസ്ഥയെ കിടക്കേ തന്നെ കിടക്കുവാണല്ലോ, അപ്പൊ ഇനിയിപ്പോൾ മറ്റേ ജ്യേഷ്ഠന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം പറ്റാത്ത സാഹചര്യം. കാരണം അവിടുത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വയ്യ, നോക്കാൻ വയ്യ, കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ത്രീ എന്തോ എടുത്തെന്നറിയാമോ? ഞാൻ ഇതുവരെ എന്റെ അമ്മായിയമ്മയെ നോക്കിയിട്ടില്ല, അമ്മച്ചിയെ നോക്കിയിട്ടില്ല, ഞാൻ നോക്കും,
ഞാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് വലിയ പിന്തുണയൊന്നും കൊടുത്തില്ലെങ്കിലും അവരുടെ അമ്മായിയമ്മയും കൊണ്ട് അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്നു എന്ന് മാത്രമല്ല, വേണ്ട ശുശ്രൂഷകളെല്ലാം കൊടുത്തു. അത് മാത്രമല്ല, ഓർത്തോണം, ഇവർ തമ്മിലിരുന്ന് ഭയങ്കര സംസാരമാണ്. അവർക്കൊരു താല്പര്യമായിരുന്നു ഒരു തൈലാഭിഷേകം കൊടുക്കണം. ആ തൈലാഭിഷേകം കൊടുക്കാൻ തക്കവണ്ണം വിളിച്ചു തന്നെ. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. തൈലാഭിഷേകം കൊടുത്തു. തൈലാഭിഷേകമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി അതുവരെ അധികം വർത്തമാനങ്ങളൊന്നും പറയുന്ന അമ്മച്ചിയല്ല, ക്ഷീണിതയായിട്ട് കിടക്കുക. ഭയങ്കര പിന്നീട് സംസാരമാണ്. അമ്മച്ചിയുടെ സംസാരം മൊത്തം തന്റെ മരുമകളോട്, മോളെ, ഞാൻ നിന്നോട് ഒത്തിരി തെറ്റ് ചെയ്തു, ഒരുപാട് കുറവുകൾ പറ്റിപ്പോയി, ഞാൻ തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്ത. അപ്പൊ മോളും പറഞ്ഞു, അമ്മച്ചി അങ്ങനല്ല, ഞാൻ അമ്മച്ചിയെ ഇന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ, ഞാനൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ, എന്റെ ഭർത്താവിനെ അങ്ങനെ ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുവാണല്ലോ. വളരെ ഹൃദയംഗമായ രീതിയിൽ അവർ സംസാരിച്ചു. ആകെ ഒരാഴ്ചയോളം മാത്രമേ അമ്മച്ചിയെ ശുശ്രൂഷിക്കാനും സംസാരിക്കാനും പറ്റുള്ളൂ. പക്ഷെ അവസാന ഘട്ടത്തിലും ഒരവസരം കിട്ടി, ശുശ്രൂഷിക്കാൻ ഒരവസരം കിട്ടി, രമ്യപ്പെടാൻ ഒരവസരം കിട്ടി. അതുകൊണ്ട് എത്രമാത്രം അകന്നിരിക്കുന്നവരും ക്ഷീണിച്ചിരിക്കുന്നവരും തളർന്നു കിടക്കുന്നവരും ഒക്കെ ആണെങ്കിലും ദൈവമേ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാതെ നമ്മൾക്ക് കൊടുക്കാനുള്ള ഒരു ശക്തമായ പിന്തുണ ഒരവസരം കൂടെ തരണം. ഒന്നും മാപ്പാകാൻ, ഒരു സന്തോഷത്തോടെ പോകാൻ, നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും അധികമായിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ അതിനൊരവസരം സൃഷ്ടിക്കണം. ഉണ്ടെന്നിരിക്കട്ടെ എന്നുള്ളതിലൂടെ കർത്താവ് നൽകുന്ന പോസിറ്റീവ് സ്ട്രോക്ക് എപ്പോഴും നിലനിർത്തണം. ഒരു ചിന്തയോടെ പറഞ്ഞു വാക്കുകളെ നിർത്തുകയാണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പുലർത്തേണ്ട, ഉണ്ടാകട്ടെ എന്ന് പറയുന്നവനാണ് ഇവിടെ കേവലം സാധാരണ മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടെന്നിരിക്കട്ടെ, തർക്കവും വഴക്കും ഒന്നും വേണ്ട, സപ്പോസ് ഞങ്ങൾ തൽക്കാലത്തേക്ക് സമ്മതിക്ക്, ആ ഒരു മോഡറേറ്റ് പോളിസിയെ പറ്റി പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഉണ്ടെന്നിരിക്കട്ടെ, ഒരു മനുഷ്യനെ, ഏതു മനുഷ്യനുമാകാം, മുൻവിധിയില്ല, മുൻതൂക്കമില്ല, എല്ലാവർക്കും ഒരു ഈക്വലന്റ് സ്റ്റാറ്റസ്. മൂന്നാമത് പറഞ്ഞു, ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാതിരിക്കുന്നവന് കിട്ടുന്ന ഒരു വലിയ പോസിറ്റീവ് സ്ട്രോക്സ് ഉണ്ട്. ദൈവമേ, അത് എനിക്കൂടിയുള്ളതാണ്, എന്നെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയാണ് ആ ഒരു അനുഭവം. അവസാനമായി, ഉണ്ടെന്നിരിക്കട്ടെ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, നിങ്ങളിൽ ഒരു മനുഷ്യനൊരാട് ഉണ്ടെന്നിരിക്കട്ടെ എന്ന് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ പറയത്തില്ലയോ, ഈ അടുത്ത പോയിന്റിന് ഞാൻ ബർഡൻ ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഒരു തലക്കെട്ടാണ് കൊടുക്കുന്നത്. അനുഗ്രഹങ്ങളുടെ ബാധ്യത. ചിന്തിക്കുക, എടാ, എനിക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അപ്പൊ എന്തോ കൊടുക്കും? പ്രധാനമായിട്ട് എന്തോ ചെയ്യും? എനിക്കാ കിട്ടുന്നത്. അപ്പൊ എന്തോ മനസ്സിൽ ചിന്തിക്കുന്നത്? ഇതിനൊരു ശാല വേണം, ഇതിന് തീറ്റി കൊടുക്കണം, ഇതിനെ പരിപാലിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ഊർജ്ജസ്വലതയോടെയുള്ള പ്രവർത്തനം, ശക്തമായൊരു പ്രവർത്തനം. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. 100 ആടിനെ കിട്ടാൻ പോകുകയാണ്. ആ 100 ആടിനെ പാർപ്പിക്കാൻ പോകുമ്പോൾ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, അതിന്റെ കാഷ്ടവും മൂത്രത്തിന്റെയും അസ്വസ്ഥത ഉണ്ടാകരുത്. ഞാൻ ഇതിനെ എവിടെ കെട്ടും, എവിടെ പാലിക്കും? ഈ കിട്ടട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, എല്ലാം പോരട്ടെ പോരട്ടെ എന്ന് പറയും. ഈ അനുഗ്രഹങ്ങളൊക്കെ അമിതമായിട്ട് കിട്ടുമ്പോൾ ഒരു വലിയ ബാധ്യതയും കൂടെ ആകട്ടെ, ഒരു വലിയ ഭാരമാണ്. ഉണ്ടെന്നിരിക്കട്ടെ, അത് കിട്ടാൻ പോകുമ്പോൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുണ്ട്, തയ്യാറെടുപ്പുകളുണ്ട്. ഇതിനെ പാലിക്കുന്നത് എവിടെ? ഞാൻ ഇതുവരെയും 7 മണി 8 മണി വരെ കിടക്കും പാടില്ല. 100 ആടുകളാണ്, ഇതിങ്ങനെ മേമേന്ന് അലച്ചോണ്ടിരിക്കും, എവിടെങ്കിലും കെട്ടിയിട്ട് പോകാൻ പറ്റത്തില്ല, അതിന്റെ ഇരട്ടിയായിട്ട് അലയ്ക്കും. തീറ്റി കൃത്യമായിട്ട് കൊടുക്കണം, വെള്ളം കൊടുക്കണം, അഴിച്ചു കെട്ടണം. പ്രിയമുള്ളവർ, ഇത് കേൾക്കുമ്പോൾ ഓർത്തോണം, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നമ്മളൊക്കെ പലതിനും ഫുൾ സ്റ്റോപ്പ്, നമ്മൾ പറയത്തില്ല, ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നവരാ. നമ്മളിങ്ങനെ കൃതികളൊക്കെ, ജീവിതമാകുന്ന കൃതികൾ എഴുതി മഹാകാവ്യം എഴുതി, ദൈവമേ, ഞാൻ കണ്ടകാവ്യമല്ല, ചെറുകഥയല്ല, മഹാകാവ്യം എഴുതിയവരാണെന്ന് നമ്മൾ ചിന്തിക്കും. ശരിയാ പ്രിയമുള്ളവരെ, നിങ്ങളിൽ പലരും നമ്മളെപ്പോലെ ചെറുകഥയോ ചെറിയ നോവലേറ്റോ ഒന്നും എഴുതിയവരല്ല. നിങ്ങളൊക്കെ മഹാകാവ്യം എഴുതിയവരുണ്ട്, ജീവിതാനുഭവം കൊണ്ട്, ജീവിതത്തിലെ പ്രാർത്ഥനാനുഭവം കൊണ്ട്, കണ്ണുനീര് കൊണ്ട് മഹാകാവ്യം എഴുതിയിട്ടുണ്ട്, നന്മ കൊണ്ട് ഖണ്ഡകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, വിശുദ്ധി കൊണ്ട് നോവലേറ്റുകൾ എഴുതിയിട്ടുണ്ട്, മഹാഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ല രാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം സത്യം. അപ്പൊ ഇനിയും എനിക്ക് അപ്പുറത്തൊന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുക. ഞാൻ പലപ്പോഴും പറയും, ഈ ഡെസ്റ്റിനേഷൻ സിക്നസ് എന്ന് പറയും, ഇനി ഒന്നും ചെയ്യാനില്ല. അല്ല, ചിലപ്പോൾ ഈ 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇടയൻ ആ 100 ആടിനെ ഏൽപ്പിക്കാൻ പോകുന്ന ആ ചുമതലക്കാരൻ
മഹായിടയൻ തരാൻ പോകുന്നത് 70 വയസ്സ് കഴിഞ്ഞ ഒരാൾക്കായിരിക്കും. അങ്ങനെയുള്ള ബാധ്യതകളൊക്കെ പലരും ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ മക്കളൊക്കെ മരിച്ചു പോയിട്ടും ഇപ്പോൾ 50, 55, 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും 65, 70 വയസ്സ് കഴിഞ്ഞിട്ടും ഇന്നും ചിലരൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. ആരോഗ്യമില്ലേലും സെക്യൂരിറ്റി ആയിട്ടും പെട്രോൾ പമ്പിലും വിദേശത്തുമൊക്കെ പോകുന്നുണ്ട്. അവർക്ക് അനുഗ്രഹങ്ങളുടെ ഒരു ബാധ്യത തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ ബാധ്യതയാണ്, വലിയൊരു പ്രതിസന്ധിയാണ്. ചിലരോടൊക്കെ ചോദിക്കും, അയ്യോ ഒത്തിരി വർഷമായിട്ട് ഗൾഫിലാണല്ലോ, 58 വയസ്സായി. ചില മനുഷ്യരുണ്ട്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും മുടിയൊക്കെ പോയി, നാട്ടിൽ വരാറായില്ലയോ? ഇല്ല അച്ഛാ, പിള്ളേരെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ആക്കാനുണ്ട്, വീട് വെച്ചതിന്റെ കടം തീർക്കാനുണ്ട്. ജീവിത പങ്കാളി പറയും, അച്ഛാ ഇനി പോരച്ച, ഇത്രയൊക്കെ മതി, നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം. അച്ഛൻ പറയും, ഇടി ഞാൻ പെട്ടെന്ന് വന്നാൽ എന്തോ എടുക്കും? മോൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു, എംടെക്കും കഴിഞ്ഞു, പക്ഷെ അവനൊരു ജോലി ആയില്ലല്ലോ. അവനെ ഒന്നുകൂടെ ഒന്ന് രക്ഷപ്പെടുത്തണം, അവൻ എവിടെങ്കിലുമൊക്കെ ഒന്ന് കയറട്ടെ. ചിലരൊക്കെ ഉത്തരവാദിത്വമില്ലാത്ത മക്കളുണ്ട്, എല്ലാം പഠിച്ചിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ട്. അപ്പൻ പൈസ അയച്ചു തരുന്നുണ്ട്, ബാങ്കിൽ കിടക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങൾ ഞാനും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാകട്ടോ. ഈ ഉണ്ടെന്നിരിക്കട്ടെ, ശരിയാ, നമുക്ക് നോക്കുമ്പോഴുണ്ട് 100 ആടൊക്കെ ഉണ്ട്, വലിയ വീടായിരിക്കും, വാഹനങ്ങൾ കാണും, പദവികൾ കാണും, ഒക്കെ കാണും. ശരിയാ, നോട്ടത്തിൽ 100-ന് പകരം 1000 ആടുണ്ടാകും. പക്ഷെ അതിന്റെ പിന്നിലെ ബാധ്യത ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ചിലർക്ക് ഒത്തിരി പണമുണ്ടെങ്കിൽ അവർക്ക്, ദൈവമേ ഞാൻ പെട്ടെന്ന് പോയാൽ എന്തോ എടുക്കും, എന്റെ ഭാര്യ ഒറ്റയായി പോകും. ഒരു നല്ല ശതമാനം ആളുകളുടെയും ഭാരം അതാ. ചിലർ പറയുന്ന ഒറ്റ കാര്യമാ, ദൈവമേ ഞാൻ പോകുന്നതിന് ഭയമില്ല, പക്ഷെ എന്റെ ജീവിത പങ്കാളി എന്നെ ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വെളിയിൽ പോയി ഒരു സാധനം പോലും വാങ്ങിക്കാൻ അവൾക്ക് അറിയത്തില്ല. പിള്ളേർക്കും അതിന്റെ ക്ഷീണമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പലരും പറയും. അതുകൊണ്ട് പിടിച്ചു നിൽക്കണം. ചിലർ പറയാറുണ്ട്, ചില സ്ത്രീകൾ പറയും, അയ്യോ എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ അച്ചായന്റെ കാര്യം. അച്ഛൻ നിർബന്ധ ബുദ്ധി ഒത്തിരി ഉണ്ട്, ചൂട് ഭക്ഷണമേ കഴിക്കത്തുള്ളൂ, കൃത്യസമയത്ത് കിട്ടണം, ഞാൻ പോയി കഴിഞ്ഞാൽ എന്തൊടുക്കും? ബാധ്യതകൾ ഒത്തിരിയുണ്ട്. പക്ഷെ നോക്കുമ്പോൾ, പുറമേ നോക്കുമ്പോൾ ഒത്തിരിയുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ കിട്ടുമ്പോൾ പ്രിയമുള്ളവരെ, ഒരുപാട് ബാധ്യതകളും നമ്മളെ തേടിയെത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 ആടിനെ കിട്ടിയാൽ 8 മണി വരെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം തരുന്ന ഓരോ ദാനങ്ങളും പ്രാർത്ഥനയോടെ സ്വീകരിക്കണം, ഹൃദയപൂർവ്വം സ്വീകരിക്കണം. സർവശക്ത തരുന്നു എന്ന് മാത്രമല്ല, നീ പാലിക്കണം. അതുകൊണ്ട് പലരും പ്രാർത്ഥിക്കും, പലതിനു വേണ്ടി ബിസിനസ്സുകാരായി, പഠിക്കുന്നവരായി, ജോലിക്കാരായി പലരും വന്ന് പറയും, റംബാച്ച ഒന്ന് പ്രാർത്ഥിക്കണം. പലരോടും ഞാൻ പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവമേ കൊടുത്തതിനൊക്കെ നീ സംരക്ഷകനാകണം, കൊടുത്തതൊന്നും നഷ്ടപ്പെട്ടു പോകല്ലേ. ഒരു ദിവ്യമായ അനുഭവം ഓർത്തോണം. 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുമ്പോൾ കിട്ടുവാൻ പോകുന്ന സൗഭാഗ്യ അനുഭവങ്ങളെക്കാൾ ഉപരി ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയും ഒത്തിരി ചെയ്യാനുണ്ടെന്ന് ഓർമ്മിക്കുകയാണ്. ഉണ്ടെന്നിരിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളവനും ചിന്തിക്കും, എടാ എനിക്കിത് 1000 ഉണ്ട്. അവന്റെ ആ ഒരു ക്യാപിറ്റലിസ്റ്റിക് മെന്റാലിറ്റി, നമ്മൾ പറയത്തില്ല, ഒരു ഫ്യൂഡലിസ്റ്റിക് മെന്റാലിറ്റി അവനെ കൊണ്ട് ചിന്തിപ്പിക്കും, എടാ നിനക്ക് 100 ആടൂടെ കിട്ടിയാൽ എന്താ കുഴപ്പം? പ്രിയമുള്ളവരെ, ഒരുത്തനു മാത്രമല്ല വായും വയറുമുള്ളത്, മറ്റുള്ളവർക്കും ഉണ്ടാകും. എന്നേക്കാൾ ആവശ്യക്കാരുണ്ട്. 1000 ഉള്ളവന് 100 കൂടെ കിട്ടുന്നതിനേക്കാളും ഒന്നുമില്ലാത്തവന് 100 കൂടെ കിട്ടുന്നതിന് വിലയുണ്ട്. 4 ചിന്തകളാണ് പങ്കുവച്ചത്. നിങ്ങളിൽ ഒരുവന് 100 ഉണ്ടെന്നിരിക്കട്ടെ. 1, ജീവിതത്തിൽ പുലർത്തേണ്ട മോഡറേറ്റ് പോളിസി. രണ്ടാമതായി, ഒരു വിത്തൗട്ട് പ്രെജുഡീസ്ഡ് മെന്റാലിറ്റി, ഒരു മുൻവിധിയില്ല. കർത്താവ് ആരെയും ഇന്ന ആൾക്കാ ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നില്ല, ആർക്കും ആകാം. 3, നിങ്ങളിൽ ഒരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ. ഇല്ലാത്തവനത് കേൾക്കുമ്പോൾ ഒന്നുമില്ലാത്തവന് കിട്ടുന്ന ഒരു കുളിർമഴ, ഒരു പ്രതീക്ഷയുടെ ഉണർത്തുപാട്ട്. 4 പറഞ്ഞു, ബർഡൻ ഓഫ് ബ്ലെസ്സിങ്സ്. അല്ലെങ്കിൽ ഉണ്ടെന്നിരിക്കട്ടെ, അത് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, അതിനുവേണ്ടിയുള്ള ഒരുക്കം. ഈ നൊയമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഇതൊക്കെ കിട്ടുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശക്തിയായിട്ട് പുലർത്തണമെന്ന് ഓർപ്പിക്കുന്നു. ഒരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കും. കണ്ണുനീർത്തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർത്തൂകും
ഇപ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ജീവന്റെ ജീവനായ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെയും വാത്സല്യത്തെയും ഓർത്ത് ഹൃദയപൂർവ്വം സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനായ ക്രൂശിൽ മരിച്ച നിന്റെ സന്നിധിയിൽ കർത്താവെ, വ്യർത്ഥമായ യാചനകൾ നടത്തി നിന്നെ പീഡിപ്പിച്ചവരെക്കാൾ കൂടുതലായി നിന്നെ വേദനിപ്പിക്കുവാനിടയാകരുതേ. അറിവില്ലായ്മകളൊക്കെ ക്ഷമിക്കണമേ, കുറവുകളെ ഓർക്കരുതേ. കടന്നു വന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം കൊടുക്കണമേ, സ്വസ്ഥത കൊടുക്കണമേ, തലമുറകളെക്കുറിച്ച് നല്ല വാർത്തകൾ കൊടുക്കണമേ, നന്മയ്ക്ക് വിഘാതമായ ദോഷങ്ങളൊക്കെ അകറ്റണമേ. വിദേശത്ത് ഭീതിയിൽ കഴിയുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വസ്ഥരാക്കപ്പെടണമേ. ലോകത്തിൽ സമാധാനം നിലനിർത്തണമേ. നാളെക്കുറിച്ചുള്ള നിരാശയേക്കാൾ നീ ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്നുള്ള പ്രത്യാശയോടെ മുൻപോട്ട് പോകാനിടയാകണമേ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് കടബാധ്യതയോ ദാരിദ്ര്യമോ രോഗമോ ദുഃഖമോ ഭീതിയോ എന്തായാലും ദൈവമേ, നിന്റെ കൃപയിൽ മാത്രം ആശ്രയിക്കുന്നു. നിന്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറ്റണമേ. പരിശുദ്ധ സഭയും പിതാക്കന്മാരെയും ഓർക്കുന്നു. ഞങ്ങളുടെ ആചാര്യനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഈ ഭവനത്തെ ഓർക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ അനുഗ്രഹത്തോടും നിറവോടും സന്തോഷത്തോടും സ്വസ്ഥതയോടും ആയിരിക്കാനിടയാകണമേ. എല്ലാവരെക്കുറിച്ചും അപ്പച്ച തിരുനാമം മഹത്വപ്പെടുന്ന വാർത്തകൾ കേൾക്കുവാനിടയാകണമേ. മാനവും മഹത്വത്തോടെ നിർത്താട്ടെ. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ.